കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം അനുഗ്രഹീതമായ ഈ നല്ല രാവിലെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവമക്കളാകുന്ന നമുക്ക് ഒരുമിച്ച് ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് ഇങ്ങനെ പ്രാർത്ഥിപ്പാനായിട്ട് കർത്താവ് നൽകിയ നല്ല സാവകാശത്തെ ഓർത്ത് നന്ദിയോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഈ രാവിലെയും പ്രാർത്ഥനയ്ക്കായിട്ട് ആഗതരായിരിക്കുന്ന എല്ലാവർക്കുമുള്ള വന്ദനത്തെ ഞാൻ പ്രാരംഭത്തിൽ അറിയിക്കുകയാണ്. ഇന്നും നാളെയും മറ്റന്നാളുമായിട്ട് നമ്മൾ 3 ദിവസം വീണ്ടും ദൈവസന്നിധിയിൽ കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മൾ 3 ദിവസം ദൈവസന്നിധിയിൽ വേറിട്ടിരിക്കുന്ന 3 ദിവസങ്ങൾ കൂടിയാണ്. ദൈവാത്മാവ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെ ദൈവരാജ്യത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുപോവുകയായിരുന്നു. വ്യത്യസ്തമായ ദൈവവചന വെളിപ്പാടുകൾ, ആത്മീക അനുഭവങ്ങളെല്ലാം ദൈവാത്മാവ് നമ്മുടെ മേൽ തുറക്കുകയായിരുന്നു. അങ്ങനെ ദൈവാത്മാവ് നമ്മളെ അങ്ങനെ നടത്തുന്ന ആഴങ്ങൾ നമ്മൾ അനുഭവിക്കുകയായിരുന്നു. നമുക്ക് വീണ്ടും ഈ ദിവസങ്ങളിൽ വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദിവസത്തിലായിരിക്കാം. ദൈവാത്മാവ് നമ്മെ വീണ്ടും ആഴങ്ങളിലേക്ക് കൊണ്ടുപോകട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ്. ഇന്നലെ എൻ്റെ മൊബൈലിനകത്ത് പല സാക്ഷ്യങ്ങൾ ദൈവാത്മാവ് നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ നിങ്ങൾ അയക്കുന്ന ഞാൻ ദൈവാത്മാവിനാൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ ഞാൻ വായിക്കുമ്പോൾ എനിക്ക് സന്തോഷം തോന്നാറുണ്ട്. കഴിഞ്ഞ ദിവസം എനിക്ക് ലഭ്യമായൊരു സാക്ഷ്യമുണ്ട്. അതൊരു ടെക്സ്റ്റായിട്ടാണ് കിട്ടിയത്. ഓഡിയോ ആയിട്ട് വരുമ്പം അത് കേട്ടു ഒറ്റ കേൾവിയിൽ അതങ്ങ് അവസാനിക്കുകയാണ്. പക്ഷേ ഒരു ടെക്സ്റ്റായിട്ട് എനിക്ക് വന്ന ഒരു സാക്ഷ്യമുണ്ട്. ആ സാക്ഷ്യം ഒരു ദൈവദാസി അയച്ചതാണ്. എനിക്ക് തോന്നുന്ന സഹോദരി ഇന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. രാവിലത്തെ എല്ലാ പ്രാർത്ഥനകളിലും മീറ്റിങ്ങിലും ഇപ്പം ഞാൻ കയറുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഇത് വളരെ അനുഗ്രഹപ്രദമായി. ഫാസ്റ്റിംഗ് പ്രയറിൻ്റെ 20ാമത്തെ ദിവസം ഞാൻ രാവിലെ ഒരു സ്വപ്നം കണ്ടാണ് എഴുന്നേൽക്കുന്നത്. ഞാൻ തൃശ്ശൂർ ചർച്ചിൽ ഇരിക്കുന്നതും ഭയങ്കരമായ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. പാസ്റ്ററിൻ്റെ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും കിങ്ഡം തലം തുറക്കട്ടെ, റിസറക്ഷൻ തലം തുറക്കട്ടെ എന്ന് പറയുന്നത് കേട്ടു. ഞാനത് സ്വപ്നത്തിൽ അങ്ങനെ തന്നെ അനുഭവിച്ചു. 2 പ്രാവശ്യം എൻ്റെ തലയിൽ കൈവയ്ക്കുന്നതായി കണ്ടു. അതിനുശേഷം എനിക്ക് പ്രാർത്ഥനാ ലൈഫിൽ വളരെ ഒരു ഉറപ്പുണ്ടായി. എപ്പോഴും കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഞാൻ എന്നെ ദൈവം ഉപയോഗിക്കുമോ, പാപിയാണെന്നുള്ള ചിന്ത, നന്നായി സംസാരിക്കാൻ അറിയില്ല, എന്നെ ഇങ്ങനെ ദൈവം ഉപയോഗിക്കും, ഇങ്ങനെയുള്ള ചിന്തകൾ വിചാരിച്ചിരുന്ന ഞാൻ കിങ്ഡം അധികാരം ഉപയോഗിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹസ്ബൻഡിൻ്റെ സ്റ്റൊമക്കിൻ്റെ അപ്സെറ്റായി വളരെ പ്രയാസത്തിലായിരുന്നു. കൈവച്ച് പ്രാർത്ഥിച്ച് കിങ്ഡം അധികാരം ഉപയോഗിച്ചു. ഉടൻ തന്നെ അത് ഹീലിംഗ് ഉണ്ടായി. ഭാര്യ വീട്ടിൽ ശുശ്രൂഷ തുടങ്ങിയെന്നുള്ള കാര്യമാണ് ഈ പറയുന്നത്. എനിക്കത് കേട്ട് ഭയങ്കര സന്തോഷം തോന്നി. ഉടൻ തന്നെ ഹീലിംഗ് ഉണ്ടായി. പെട്ടെന്ന് എഴുന്നേറ്റ് കഞ്ഞി കുടിച്ച് ഉഷാറായി. ദൈവത്തിൻ്റെ മഹത്വം. പിന്നെ ഒരു വർഷമായി വെയിറ്റ് ചെയ്തിരുന്ന മോളുടെ ഹസ്ബൻഡിൻ്റെ കനേഡിയൻ PR ഇൻവിറ്റേഷൻ റിസീവ്ഡായി. പ്രൈസ് ദൈവത്തിൻ്റെ മഹത്വം. മെറ്റീരിയൽ റിലം ദൈവം ഓരോന്നോരോന്നായി തുറക്കുന്നു. ഇതിലൊക്കെ ഉപരിയായി എൻ്റെ ഭർത്താവിൻ്റെ സ്പിരിച്വൽ റിലം ഒന്ന് തുറക്കാൻ നിങ്ങൾ പാസ്റ്റർ പ്രാർത്ഥിക്കണം. പിന്നെ മറ്റു കുറേ കാര്യങ്ങൾ പിന്നെ താഴെ പറയുകയാണ്. അവരുടെ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് അവർ പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ഇത് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ശേഷം ഉണ്ടായ അനുഭവങ്ങളാണ്. ശരിക്കും നമ്മുടെ മേലൊരു സ്പിരിച്വൽ എൻകൗണ്ടർ വന്നാൽ നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാ അവസ്ഥകൾക്കും മാറ്റം വരും. ഒന്നാമതായിട്ട് നിങ്ങൾ പറഞ്ഞൊരു വാക്ക് ശ്രദ്ധിക്കുക. കരഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന മറിച്ച് അധികാരത്തിലുള്ള പ്രാർത്ഥനയായി മാറി. ഇന്നലെ ഉച്ചയ്ക്ക് എനിക്ക് രാത്രി ഉറക്കം ലേറ്റായിട്ടാണ് ചില ദിവസങ്ങൾ ഉറങ്ങുന്നത്. ഇന്നലെയും അത് കുറേ ലേറ്റായിട്ട് കിടക്കും. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ചിലപ്പോൾ മിക്കത് 1 മണിക്കൂർ നേരം കിടക്കാറുണ്ട്. ഇന്നലെ പകൽ പ്രാർത്ഥന കഴിഞ്ഞ ശേഷം 1 മണിക്കൂർ ഞാൻ ഉച്ചയ്ക്ക് കിടന്നു. ആ നേരത്ത് എഴുന്നേൽക്കുന്ന നേരമായപ്പോൾ ഞാനൊരു സ്വപ്നം കാണുകയാണ്. ആ സ്വപ്നത്തിനകത്ത് ഒരു ഭയങ്കര ജനക്കൂട്ടം ഒരു സെമിനാർ നടക്കുകയാണ്, ഒരു കോൺഫറൻസ് നടക്കുകയാണ്. അപ്പോൾ സെമിനാറിനകത്ത് 1 ദിവസം കൂടി ഉള്ളൂ അത് തീരാൻ. ഒരു 1.25 ദിവസം കൂടി ഉണ്ട് അത് തീരാനായിട്ട്. അതായത് നാളെ രാത്രി അവസാനിക്കും ആ സെമിനാർ. അപ്പോൾ അതിൻ്റെ ഒരു 24 ഒരു 1.25 ദിവസം മുമ്പുള്ള സെക്ഷനാണത്. അപ്പോൾ ഞാനതിനകത്ത് എഴുന്നേറ്റ് പറയുകയാണ്, നിങ്ങൾ ഒരു എൻകൗണ്ടർ അനുഭവിക്കാനുള്ള പഠനങ്ങൾ, ദൈവവചന വെളിപ്പാടുകൾ എനിക്കിത് പറയാൻ പറ്റുന്നില്ല. പറയുമ്പോഴത്തേക്കും ജനം ഇങ്ങനെ പരിശുദ്ധാത്മാവിൽ ഇങ്ങനെ ആഴത്തിലേക്ക് പോകുന്ന അനുഭവം ഉണ്ടാകുകയാണ്. ഭയങ്കര സ്പർശനം ഉണ്ടാകുകയാണ്. ജനം ദൈവസന്നിധിയിൽ ഇങ്ങനെ ആഘോഷമായിട്ട് ആസ്വദിക്കുകയാണ് ദൈവസാന്നിധ്യവും
ദൈവവചന വെളിപ്പാടുകളൊക്കെ. അപ്പം ഞാൻ അതിനകത്ത് പറയുകയാണ്, ഇനി തുറക്കാൻ പോകുന്നത് ദൈവിക എൻകൗണ്ടറുകളുടെ സീസണാണ്. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഞാൻ ആ സ്വപ്നത്തിൽ പറയുകയാണ്, ഇനി തുറക്കാൻ പോകുന്നത് നിങ്ങളെല്ലാം ദൈവാത്മാവ് എൻകൗണ്ടറിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ്. പക്ഷെ അതിനുവേണ്ടി നിങ്ങൾ ഇതുവരെ കേട്ട വചനങ്ങൾ മുഴുവൻ ധ്യാനിച്ചിട്ട് നിങ്ങൾ എത്രത്തോളം നിങ്ങൾ താഴ്മയുള്ളവരായി മാറാമോ അത്രത്തോളം നിങ്ങൾ താഴ്മയുള്ളവരായി മാറുക. എത്രത്തോളം നിങ്ങൾ വിനയമുള്ളവരായി മാറാമോ അത്രത്തോളം നിങ്ങൾ വിനയമുള്ളവരായി മാറുക. എത്രത്തോളം നിങ്ങൾ അനുസരിക്കാൻ പറ്റുന്നവരായി മാറുന്നുവോ അത്രത്തോളം നിങ്ങൾ അനുസരണമുള്ളവരായി മാറുക. നിങ്ങളെ കൊണ്ട് പറ്റുന്നിടത്തോളം ആഴമായ ഒരു സമർപ്പണത്തിലേക്ക് വന്ന് വളരെ പ്രാർത്ഥനയോടെ കർത്താവിനെ ആരാധിക്കുക. ഇനി തുറക്കാൻ പോകുന്നത് എൻകൗണ്ടറുകളുടെ സീസണാണ്, ദൈവാത്മ തുറക്കാൻ പോകുന്നത് എന്ന് ജനത്തോട് എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നില്ല. അത്രയും ജനം കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുക. അങ്ങനത്തെ ഒരു വെളിപ്പാട് കർത്താവ് ഇന്നലെ ഉച്ചയ്ക്ക് ഒരു 3:30 മണിക്ക് നേരത്ത് എന്നെ കർത്താവ് കാണിച്ചു. ദൈവാത്മാവ് നിരന്തരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. നിരന്തരമായിട്ട് എനിക്ക് തോന്നുന്നു ഇങ്ങനെ എന്നും 1ഉം 2ഉം ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പം കർത്താവ് ഒരു വർഗീസ്, നിങ്ങളുടെ ആരെങ്കിലും അറിവിൽ വർഗീസ് എന്ന് പറയുന്ന ഒരാളുണ്ടെങ്കിൽ, ഞാൻ അങ്ങനെ പേര് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളൊന്നുമല്ല കേട്ടോ. സജി പാസ്റ്ററിന് പേര് വിളി തുടങ്ങി അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട നിങ്ങൾ. പക്ഷേ കർത്താവ് എന്നെ കാണിച്ചതാണ്. ഇന്ന് രാവിലെ ഞാൻ 5:20 അലാറം വെച്ചത്. 5:20 ഞാൻ എഴുന്നേൽക്കുമ്പോൾ ഞാൻ കാണുന്നത്, മൊബൈൽ അലാറം അടിക്കുമ്പോൾ ഞാൻ കേൾക്കുന്നത് ഒരു കാണുന്നൊരു സ്വപ്നമാണ്. സ്വപ്നത്തിൽ വർഗീസ് USA എന്ന് പറഞ്ഞ ഒരാൾ എന്നെ ഫോൺ വിളിക്കുന്നതാണ്. ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞ് കർത്താവ് ആ സ്വപ്നത്തിലൂടെ എന്നോട് സംസാരിച്ചു. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കും. ഇങ്ങനത്തെ നിങ്ങളുടെ കൂടെ ആരെങ്കിലും നിങ്ങൾക്ക് ബന്ധത്തിൽ, എനിക്കൊരു വർഗീസിനെ അറിയാം കേട്ടോ, മുടിക്കോടൊരു വർഗീസ് USA അറിയാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു വർഗീസിനെ അറിയാമെങ്കിൽ പ്രാർത്ഥിച്ചോ. പക്ഷെ അതവിടെ നിൽക്കട്ടെ, മറിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവവചനത്തിൻ്റെ റൂട്ടുകൾ കണ്ടുമാനം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു എൻകൗണ്ടറിൻ്റെ സീസണാണ്. ബൈബിൾ നിങ്ങൾ പഠിച്ചാൽ എൻകൗണ്ടറുകളുടെ പുസ്തകമുണ്ട്. ഇത് ഞാൻ പറഞ്ഞ പോലെ ദൈവാത്മാവ് ഇന്നലെ ഉച്ച കഴിഞ്ഞ് പറഞ്ഞതാണ്. എത്രത്തോളം വിനയത്തോടെ, എത്രത്തോളം നമ്മുടെ ലൈഫിനകത്ത് ദൈവാത്മാവ് നമ്മളെ അടുത്ത ഒരു കൂട്ടിമുട്ടലിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് എത്രത്തോളം നമ്മുടെ ലൈഫിനകത്ത് നമുക്ക് പറ്റുന്നിടത്തോളം താഴ്മയോടെ സമർപ്പണത്തോടെ നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. എൻകൗണ്ടറുകൾ നമ്മുടെ ലൈഫിനെ തിരിക്കും കേട്ടോ. അടുത്ത ഒരു മഹത്വകരമായ അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ഹെവനുമായിട്ടുള്ള ഭയങ്കര കണക്ഷൻ നമ്മുടെ ലൈഫിനകത്ത് വരാൻ തുടങ്ങും. എല്ലാ മേഖലകളിലും ആ സിസ്റ്ററുടെ സാക്ഷി ഞാൻ അതുകൊണ്ട് വായിച്ചത്, എല്ലാത്തിൻ്റെയും നടുവിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന, യാചിച്ചുകൊണ്ടിരിക്കുന്ന യാചക മനോഭാവത്തിനപ്പുറമായിട്ട് ദൈവപ്രവൃത്തിയുടെ ആഴങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങും. നിങ്ങൾ ഒരു അനുഗ്രഹമായി മാറും. ഞാൻ എന്നെ കാണിച്ച കാഴ്ചയായതുകൊണ്ട്, നമ്മൾ ഒരുമിച്ച് ദിവസങ്ങളായിട്ട് പ്രാർത്ഥിച്ചു വരുന്നത് കൊണ്ടും അതിന് നമ്മളുമായിട്ട് ബന്ധമുള്ളത് കൊണ്ടും അടുത്ത ചില മിനിറ്റുകൾ അങ്ങനെ ഒരു പ്രാർത്ഥന നമ്മുടെ അകത്ത് ദൈവാത്മാവ് ഉയർത്തിക്കൊണ്ടുവരുവാൻ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കണം കേട്ടോ. കഴിയുന്നവരെല്ലാം മറ്റെന്തെങ്കിലും ശബ്ദങ്ങൾ നിങ്ങളുടെ മുറിക്കകത്തില്ല, നിങ്ങൾ യാത്ര ചെയ്യുകയല്ലെങ്കിൽ നിങ്ങളുടെ മൈക്കുകൾ അൺമ്യൂട്ട് ചെയ്ത് അടുത്ത ചില മിനിറ്റുകൾ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് എന്നെ കൂട്ടത്തിൽ പെടുത്തണമേ, എന്നെ കൂട്ടത്തിൽ ഉൾക്കൊള്ളിക്കണമേ കർത്താവ്. അങ്ങനത്തെ ഒരു എൻകൗണ്ടർ എനിക്ക് വേണം. എൻകൗണ്ടർ അല്ല പ്രാർത്ഥിക്കേണ്ടത്, എൻകൗണ്ടർ ദൈവം തുറക്കും. പക്ഷെ നമ്മുടെ സമർപ്പണമാണ് അവിടെ. മറ്റ് പല കാര്യങ്ങളുടെ അകത്ത് നമ്മൾ തിരക്കുള്ളവരായി ഒഴിവാക്കുന്നത് മുഴുവൻ ദൈവരാജ്യ നിമിത്തമുള്ള കാര്യങ്ങളാണല്ലോ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നെ അങ്ങനെയൊന്ന് പണിയണമേ, എൻ്റെ വിനയം അങ്ങനെയൊന്ന് വളർത്തണമേ, എൻ്റെ സമർപ്പണം അങ്ങനെയൊന്ന് വളർത്തണമേ, എൻ്റെ അനുസരണം അങ്ങനെയൊന്ന് വളർത്തണമേ. എന്നോട് പറഞ്ഞ പദങ്ങളാണ് ഞാൻ പറയുന്നത്. കർത്താവിനോട് അങ്ങനെയൊന്ന് പ്രാർത്ഥിക്കാമെങ്കിൽ, ടൈം മാനേജ് ചെയ്യാൻ കർത്താവ് എന്നെ ഒന്ന് അനുവദിക്കണം, എന്നെ ഒന്ന് സഹായിക്കണമേ, അങ്ങനെയൊന്ന് പ്രാർത്ഥിക്കാമെങ്കിൽ കർത്താവ് അടുത്തൊരു തലത്തിലേക്ക് നിങ്ങൾ ബഹുഭൂരിപക്ഷത്തെയും കൊണ്ടുപോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത 2-3 മിനിറ്റുകൾ ഒന്ന് പ്രാർത്ഥിക്കാമോ? ഒന്ന് പ്രാർത്ഥിച്ചു. മൈക്കിളെല്ലാം മൺമുട്ടിട്ട് പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവേ, അങ്ങനെ കർത്താവേ എന്നെ അങ്ങനെയൊന്ന് പണിയണമേ, എന്നെ അങ്ങനെയൊന്ന് രൂപപ്പെടുത്തണമേ. പ്രാർത്ഥിച്ചു. മൈക്കിളെല്ലാം മൺമുട്ടിട്ട് പ്രാർത്ഥിച്ചു. എന്നെ അങ്ങനെയൊന്ന് രൂപപ്പെടുത്തണമേ. ശബന അതുരജന അതരഘടകഥന അതുരപനകക്ഷി പ്രൗഢപനഘടകഥന വേദന ജനാതിരാധന പ്രൗഷമന ഹതുരബിനി ഘടകഥനം പരിശുദ്ധാത്മാവേ, എന്നെ അങ്ങനെയൊന്ന് പണിയണമേ, എന്നെ അങ്ങനെയൊന്ന് പണിയണമേ. ശബന ജനാതിരാധന പ്രൗഢമന ഘടകഥനം വേദ പ്രൗഢമന ഹതുരിബിനി ഘടകഥന വേദ പ്രൗഷമന ഘടകതിരിബിനി ഘടകഥന. അങ്ങനെ പണിയുന്നവന്റെ കരം വെളിപ്പെടട്ടെ, അങ്ങനെ പണിയുന്നവന്റെ കരം വെളിപ്പെടട്ടെ. ശബന ഘടകഥന. കർത്താവുമായിട്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച എന്റെ സർവശക്തനായ കർത്താവുമായിട്ട് ദൈവാത്മാവ് തന്റെ ജനത്തിനൊരു കൂട്ടുമുട്ടം നൽകാൻ
തുറക്കാൻ പോകുന്നു. ശബനഘടകഥന അത് വ്യത്യസ്ത തലത്തിൽ വെളിപ്പെട്ടു വരും. ശാബരാധിനാഥന വ്യത്യസ്ത തലത്തിൽ ദൈവാത്മകത തുറക്കും. ശബൽ ഘടകവന അതിനുവേണ്ടി ദേവസനവിൽ ഉറപ്പോടെ പ്രാർത്ഥിച്ചു. ശാബന ജുമാദിനി ഹത്തുരാധന പ്രൗഢമന ഘടകഥനം ഓരോ ഭവനങ്ങളിലകത്ത് ദൈവാത്മാവ് ഇങ്ങനെ ഒരു തലം തുറന്നു കൊടുക്കണമെന്നായിട്ട് ഓരോ കുടുംബങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശബന ഘടക ദുരിതിരി ഘടകദിനം ഇങ്ങനെ പരിശുദ്ധാത്മാവ് തേജസ്സിൻ്റെ കാബൂദിൻ്റെ ഒരു എൻകൗണ്ടർ അല്ല, അങ്ങനെ ഒരു ലൈഫ് നിങ്ങളുടെ മേൽ തുറന്നാൽ അതോടുകൂടെ നിങ്ങളുടെ ഭൂമിയിലെ ലൈഫ് മഹത്വകരമായ അനുഭവമുള്ള ഒന്നായി മാറും. അതിനുവേണ്ടി ദൈവാത്മാവ്, ഞാൻ ആ കണ്ട സ്വപ്നത്തിനകത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്, വചനത്തിൻ്റെ ഒരു മേഖല ആ ജനത്തെ പഠിപ്പിക്കുകയാണ്. എന്നിട്ടാണ് പറയുന്നത് ഇനി നിങ്ങളുടെ സമർപ്പണത്തിലാണിത് തുറക്കാൻ പോകുന്നത്. ബൈബിളിനകത്ത് ആഴമായ എൻകൗണ്ടറുകളുടെ പുസ്തകം എന്നറിയപ്പെടുന്ന പുസ്തകങ്ങൾ രണ്ടാണ്. ഒന്ന് യെഗസ്കേലിൻ്റെ പുസ്തകമാണ്, മറ്റൊന്ന് വെളിപ്പാട് പുസ്തകമാണ്. ഈ രണ്ട് പുസ്തകങ്ങളും സ്വർഗം തുറക്കുന്ന അനുഭവങ്ങളും അതിൻ്റെ ആഴങ്ങളും എഴുതിയിട്ടുള്ള പുസ്തകമാണ്. മറ്റ് പുസ്തകങ്ങളിൽ നിന്ന് ഈ പുസ്തകങ്ങളുടെ മുഖവരയ്ക്കും പ്രതിപാദ വിഷയത്തിനും മാറ്റമുണ്ട്. രണ്ടും ഒന്ന് ഒരു നദീതീരത്തിരുന്ന് എഴുതുന്ന പുസ്തകമാണെങ്കിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളും അതിൻ്റെ പിന്തുടർച്ചകളുമാണെങ്കിൽ, മറ്റൊന്ന് ഒരു ദ്വീപിനകത്തിരുന്ന് അതും എഴുതുന്ന അനുഭവങ്ങളും ഉണ്ടാകുന്ന അനുഭവങ്ങളും എഴുത്തുകളുമാണ്. നമുക്ക് ആ യെഗസ്കേൽ പുസ്തകത്തിൽ നിന്നാണ് നമ്മൾ കഴിഞ്ഞ 47-ാം അധ്യായത്തിൽ നിന്നാണ് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ധ്യാനിച്ച് പ്രാർത്ഥിച്ചു വന്നിരുന്നത്. 47-ാം അധ്യായത്തിൽ നിന്നാണ്. 47-ാം അധ്യായം യെഗസ്കേലിൻ്റെ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട അധ്യായങ്ങളാണ് 47, 37, 1, 37, 47, 1, 37, 47. അപ്പം 37-ാം അധ്യായത്തിൽ ദൈവം അതിനകത്തൊരു കാറ്റായിട്ട് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു. 47-ാം അധ്യായത്തിൽ നദിയായിട്ട് പരിശുദ്ധാത്മാവ് ഒഴുകുന്നു. 1-ാം അധ്യായത്തിൽ യഹോവയാം ദൈവം തീയായിട്ട് ഇറങ്ങി വരുന്നു. തീയ്, കാറ്റ്, നദി, 3 പ്രധാനപ്പെട്ട അധ്യായങ്ങളാണ് നമുക്ക് ദൈവിക പർപ്പസിനു വേണ്ടി ഒരു ജനത്തെ രൂപപ്പെടുത്തിയെടുക്കേണ്ടതിന് ദൈവാത്മാവ് അനുഭവങ്ങളായിട്ട് അവരെ മേൽ തുറന്നു വരുന്നത്. ഒന്ന്
തീയായിട്ട് 1-ാം അധ്യായത്തിൽ ഇറങ്ങി വരുന്നു. 2 അവരുടെ നടുവിൽ കാറ്റായിട്ട് ഇറങ്ങി വരുന്നു. 3 അവരുടെ നടുവിൽ ദൈവാത്മാവ് നദിയായിട്ട് ഒഴുകുന്നു. 3 തലങ്ങൾ. ഇത് 3 പരിശുദ്ധാത്മാവിൻ്റെ വ്യത്യസ്ത ഫേസുകൾ അവരുടെ മേൽ തുറക്കുകയാണ്. ഇന്നലെ ഞാൻ പകൽ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞു, മത്തായിയുടെ സുവിശേഷത്തിൽ 33ഓളം ഫേസുകൾ നമുക്ക് കർത്താവിനെ സംബന്ധിച്ച് ലഭ്യമാകുന്നുണ്ട്. മത്തായി തുറക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എഗസ്കേലിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഒന്ന് വായിച്ച് ഒരാൾ ലിനി സിസ്റ്റർ വാക്യൊന്നിടാമോ? എഗസ്കേലിൻ്റെ സോറി ഞാൻ വാക്കിയിട്ടില്ലല്ലേ. ഓക്കെ, എഗസ്കേലിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യം നീനൊന്ന് വായിച്ച്. 30-ാം ആണ്ട് 4-ാം മാസം 5-ാം തീയതി ഞാൻ കേബാർ നദീതീരത്ത് പ്രവാസികളുടെ ഇടയിലിരിക്കുമ്പോൾ സ്വർഗം തുറന്ന് ഞാൻ ദിവ്യ ദർശനങ്ങളെ കണ്ടു. നിങ്ങൾക്ക് ശ്രദ്ധിക്കൂ. സാധാരണ മറ്റ് പുസ്തകങ്ങളൊക്കെ എഴുതുമ്പം ഒരു മുഖവര പറഞ്ഞിട്ടാണ് എഴുതുന്നത്. പുതിയ നിയമപുസ്തകങ്ങളാകട്ടെ പഴയ നിയമപുസ്തകങ്ങളാകട്ടെ എഴുതുമ്പോഴെല്ലാം ഇങ്ങനെ വർഷക്കണക്ക് പറഞ്ഞ് എഴുതുന്ന പുസ്തകം ഇനി വേറെ ഏതെങ്കിലും പുസ്തകം ഉണ്ടോ എന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല കേട്ടോ. ചിലപ്പോൾ ഉണ്ടാകാം, എനിക്ക് ഓർമ്മ. ഇത് എഗസ്കേലിൻ്റെ പുസ്തകം എഴുതുന്നത് ഇങ്ങനെയാണ്: 30-ാം ആണ്ട് 4-ാം മാസം 5-ാം തീയതി ഞാൻ കേബാർ നദീതീരത്ത് പ്രവാസികളുടെ ഇടയിലിരിക്കുമ്പോൾ സ്വർഗം തുറന്ന് ഞാൻ ദിവ്യ ദർശനങ്ങളെ കാണാൻ തുടങ്ങി. കറക്റ്റ് ഡേറ്റ് പറയുകയാണ്. സ്വർഗം തുറന്നു. ഞാൻ പ്രവാസികളുടെ തീരത്തിരിക്കുമ്പോൾ സ്വർഗം തുറക്കും കേട്ടോ. നാം എവിടെ ഇരുന്നാലും നോക്കുന്നത് കർത്താവിലേക്കാണെങ്കിൽ ഈ വെറുതെ അങ്ങ് വന്ന് എക്സൈറ്റ്മെൻറ്റുകൾക്ക് വേണ്ടിയും ദൈവം ജീവനുള്ള ദൈവമെന്ന് തെളിയിക്കാൻ വേണ്ടി ഒന്നും അല്ല ദൈവം സ്വർഗം തുറക്കുന്നത്. സ്വർഗം തുറക്കാൻ ഒരു കാരണമുണ്ട്. ഈ എഗസ്കേൽ അടുത്ത വാക്യോട് വായിച്ച് അടുത്ത വാക്യം കൂടി. യെഹോയാക്കീൻ രാജാവിന്റെ പ്രവാസത്തിന്റെ 5-ാം ആണ്ടിൽ മേൽപ്പറഞ്ഞ മാസം 5-ാം തീയതി തന്നെ അടുത്ത വാക്കൂടെ കൽദയ ദേശത്ത് കേബാർ നദീതീരത്ത് വെച്ച് ബൂസിയുടെ മകൻ യെഹെസ്കേൽ പുരോഹിതന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. കണ്ടോ, എന്ത് രസകരമായിട്ടാണ് ദൈവം സ്വർഗം തുറക്കുന്നതും ആ തുറന്ന ഡേറ്റും ദൈവാത്മാവ് കൃത്യമായി പറയുന്നത്. കർത്താവ് ഇങ്ങനെ എൻകൗണ്ടർ തരുമെന്ന് എന്നോട് ഉണ്ടാകും, ദൈവം ജനത്തിൻ്റെ മേൽ തുറക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇന്നലെ വൈകിട്ട് ധ്യാനിക്കാതിരുന്നപ്പോൾ എൻ്റെ അകത്ത് വന്ന വാക്യങ്ങളാണ് ഈ വാക്യങ്ങൾ കേട്ടോ. ഇന്നലെ രാത്രി ഞാൻ അല്പനേരം ഒന്ന് പ്രാർത്ഥിച്ച് ധ്യാനിച്ച ശേഷമാണ് കിടന്നുറങ്ങിയത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണേ, ഇവിടെ യെഹെസ്കേലും ജോണും യോഹന്നാനും എഗസ്കേലും സ്വർഗം തുറക്കുന്ന വെളിപ്പാടുകൾ കാണുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവർ 2 പേരും പുരോഹിതന്മാരായിരുന്നു. 2 പേരും. എഗസ്കേൽ ബൂസിയുടെ മകനാണ്. എഗസ്കേൽ പുരോഹിതന്. യോഹന്നാനെ കുറിച്ച് നമുക്കറിയാം. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശിക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പന്തക്കോണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗമാണ്. 2 പേരും ദൈവത്താൽ പുരോഹിതന്മാരായി അപ്പോയിന്റ് ചെയ്തവരാണ്. നിങ്ങളെല്ലാവരും പുരോഹിതന്മാരാണ്. അതിനായിട്ടാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ അറിയണം. പുരോഹിതൻ്റെ ലൈഫിനകത്ത് വരുത്തേണ്ട കുറേ മാറ്റങ്ങളുണ്ട്. നിങ്ങളുടെ ദൈവം ഇപ്പോൾ രാജകീയ പുരോഹിത വർഗമായിട്ടാണ് കാണുന്നത്. പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, നിങ്ങൾ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടണം. ആത്മീക യാഗം കഴിപ്പാൻ നിങ്ങൾ പുരോഹിതന്മാരായി പണിയപ്പെടണം. അപ്പോൾ പൗരോഹിത്യത്തിലേക്ക് നടക്കുന്ന പണിയുണ്ട്. പുരോഹിതനായ ശേഷം ചെയ്യുന്ന യാഗമുണ്ട്. യാഗത്തിൽ നിന്നാണ്, യാഗപീഠത്തിൻ്റെ ചുവട്ടിൽ നിന്നാണ് നോക്കിയ ജീവജലത്തിൻ്റെ നദി, അല്ലെങ്കിൽ എഗസ്കേൽ 47 നദി ഒഴുകാനായിട്ട് ആരംഭിക്കുന്നത്. ഇവിടെ 5 വർഷം ഉണ്ടോ. യെഹോയാക്കീൻ രാജാവിൻ്റെ പ്രവാസത്തിൻ്റെ 5-ാം ആണ്ടിൽ മേൽപ്പറഞ്ഞ 5-ാം മാസം തന്നെ ആണ് ഈ യെഹെസ്കേലിന് ദൈവാത്മാവ് ദൈവശബ്ദം കേൾപ്പിക്കുന്നത്. ഈ 5 വർഷം ഈ മനുഷ്യനുണ്ടല്ലോ കേബാർ നദികളുടെ തീരത്തിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ മനുഷ്യൻ ദൈവം പ്രവാസത്തിലേക്ക് തൻ്റെ ജനമായ ഇസ്രായേലിനെ പോകാൻ അനുവദിച്ചപ്പോൾ അടിമത്തത്തിലിരുന്നു കൊണ്ട് ഇവൻ പ്രാർത്ഥിക്കുകയാണ്. സത്യത്തിൽ ഇവൻ്റെ വിഷയം എന്താണെന്ന് അറിയാമോ? എന്നെ ഭയങ്കര സ്വാധീനിച്ചിട്ടുള്ള വ്യക്തിയാണ് കേട്ടോ യെഹെസ്കേൽ എന്ന് പറയുന്ന മനുഷ്യൻ. ഈ മനുഷ്യൻ്റെ പ്രത്യേകത, ഇവൻ ഒരു പുരോഹിതനാണ്. ഇവൻ 25-ാമത്തെ വയസ്സ് മുതൽ ഇവൻ്റെ ദൈവാലയത്തിൽ പുരോഹിതന്മാരുടെ അല്ലെങ്കിൽ ഒറിജിനലായിട്ട് പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്നവരുടെ കീഴിൽ ഇവൻ്റെ ലൈഫിന് ഇവൻ ഒന്ന് സമർപ്പിതനായി. നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ അവിടുത്തെ ആലയത്തിനകത്ത്
സമർപ്പിതനായി അവിടുത്തെ അവൻ്റെ ലൈഫിനെ അവൻ ഒരു സമർപ്പണത്തിലേക്കും ഒരു അനുസരണത്തിലേക്കും ഒരു കീഴ്വഴക്കത്തിലേക്കും ഒക്കെ കൊണ്ടുവരേണ്ട സമയമാണ്. 5 വർഷം മെയിൻ പുരോഹിതന്മാർ പറയുന്നത് കേട്ട് അനുസരിച്ച് അവിടെ നിന്ന് അവരെന്താണോ പറയുന്നത് അത് ചെയ്തു കൊടുത്തുകൊണ്ട് പരിശീലനത്തിൻ്റെ വർഷമാണ് 5 വർഷം. ഇന്നത്തെ കാലത്ത് ശുശ്രൂഷയിലേക്ക് വരുന്നവർക്ക് പരിശീലനമില്ല. വരിക, എടുത്തു ചാടുക, കാര്യങ്ങൾ ചെയ്യുക. ശരിക്കും നമ്മുടെ ലൈഫിനകത്ത് നമ്മെ മെച്യൂരിറ്റിയിലേക്ക് ദൈവം വളർത്തുന്നത് പരിശീലനത്തിലൂടെയാണ്. അവിടെ നിൽക്കുന്ന 5 വർഷം മുമ്പ് നിൽക്കുന്ന പുരോഹിതനോട് ഒരു വാക്ക് ചോദിക്കാൻ അനുവാദമില്ല. അവർ പറയുന്നത് ചെയ്യുക, കൃത്യമായിട്ട് ചെയ്തോളണം, അല്ലെ വീട്ടിൽ പൊക്കൊള്ളണം. അത്ര കർശനമാണ് ദൈവാലയത്തിനകത്തുള്ള ശുശ്രൂഷകൾക്കായിട്ടുള്ള സമർപ്പണം. പക്ഷേ അവൻ്റെ ശുശ്രൂഷയ്ക്കായിട്ടുള്ള പരിശീലനത്തിൻ്റെ സമയമായപ്പോൾ അവനെ നേരെ പ്രവാസ തീരത്തേക്ക് പിടിച്ചു കൊണ്ടുവരികയാണ്. അവന് ബാബിലോണിയ രാജാവെന്ന് യെഹോയാക്കീൻ രാജാവിൻ്റെ പ്രവാസത്തിൽ അവനെ പിടിച്ചുകൊണ്ടുപോവുകയാണ്. അവനിനി ആശിക്കാനൊന്നുമില്ല, അവനിനി ഒരു ശുശ്രൂഷയില്ല. അടിമദേശത്ത് എന്ത് ശുശ്രൂഷയാണ്? അടിമദേശത്തിന് ഒന്നും ചെയ്യാനില്ല. അവിടെ വന്ന് പ്രവാസികളുടെ ഇടയിൽ വന്ന് തകർന്നവനായി, ഭാവി ഇല്ലാത്തവനായി, ഐഡന്റിറ്റി ഇല്ലാത്തവനായി, ജോലിയില്ലാത്തവനായി, അടിമകളുടെ തീരത്താണ് വന്നിരിക്കുന്നതെങ്കിലും അവനൊരു കാര്യം അറിയാം, പിതാക്കന്മാരുടെ ദൈവം കൈവിടുന്ന ദൈവമല്ല. കേൾക്കുന്നുണ്ട് നിങ്ങൾ? പിതാക്കന്മാരുടെ ദൈവം കൈവിടുന്ന ദൈവമല്ല. പ്രവാചകനാകുന്ന യെരമ്യാവ് പ്രവചിച്ചപ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ എന്നിൽ നിന്നകന്ന് ഏതെങ്കിലും പ്രവാസികളുടെ ദേശത്തേക്ക് പോയാൽ ആ ദേശത്തിൽ നിന്ന് നിങ്ങൾ എന്നിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേട്ട് നിങ്ങളെ വെടിവെക്കുവാനായിട്ട് ഇറങ്ങി വരുന്ന ദൈവമാണെന്ന്. അങ്ങനെ പ്രാർത്ഥിച്ചിരുന്ന യെഹെസ്കേൽ അവരുടെ പിതാക്കന്മാരായ പുരോഹിതന്മാർ പ്രാർത്ഥിക്കുമ്പോൾ ഈ തേജസ് ദൈവാലയത്തിൽ ഇറങ്ങി വരുമായിരുന്നു. അവ കണ്ണുകൊണ്ട് കാണത്തക്കവണ്ണം മഹത്വം ഇറങ്ങി വരുമായിരുന്നു. ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി വരുമായിരുന്നു. ദൈവത്തിൻ്റെ കാബോധം ഇറങ്ങി വരുമായിരുന്നു. ഒരു മഹാ എൻകൗണ്ടർ അവിടെ സംഭവിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ മഹത്വം ഇറങ്ങി വരുവാൻ ആലയമില്ല, മഹത്വം ഇറങ്ങി വരുവാൻ ശുശ്രൂഷകളില്ല, പൗരോഹിത്യ ശുശ്രൂഷകളില്ല. ആലയം ഉണ്ട് അവിടെ, പക്ഷേ അത് തകർന്ന് തവിടുപൊടിയായിട്ട് കിടക്കുകയാണ്. അതിനകത്ത് നടക്കേണ്ടാത്തത് മൊത്തം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരുവൻ സമർപ്പിതനായി 5 വർഷം നദീതീരത്തിരുന്നു കൊണ്ട് അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവം അങ്ങ് പ്രസാദിച്ചു കേട്ടോ. ദൈവം പറഞ്ഞു, യെരൂശലേം ദൈവാലയത്തിലുള്ള ആലയത്തെക്കാൾ നിന്റെ പ്രാർത്ഥനാമുറി എനിക്ക് ഇഷ്ടപ്പെട്ടു, നിന്റെ പ്രാർത്ഥനാമുറി എനിക്ക് ഇഷ്ടപ്പെട്ടു. ദൈവം നേരിട്ട് ദിവ്യ ദർശനങ്ങൾ അവനെ കാണിച്ചു. സ്വർഗം അങ്ങ് തുറക്കുകയാണ്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇന്നലെ കണ്ട ഞങ്ങളുടെ സ്വപ്നമാണ് ഞാൻ ഈ പറയുന്നത്. അത് തിരുവചനത്തിൻ്റെ അടിസ്ഥാനമാക്കി ഞാൻ പറയുകയാണ്. ഇങ്ങനെ ദൈവസന്നിധിയിൽ സമർപ്പിതനായി അനുഭവിക്കുന്ന അവസ്ഥകളിലേക്ക് നോക്കാതെ, ഇരിക്കുന്ന അടിമത്തത്തിലേക്ക് നോക്കാതെ പ്രാർത്ഥിക്കുന്ന വ്യക്തിത്വങ്ങൾ ഇതിനകത്തുണ്ടെങ്കിൽ, പൗരോഹിത്യം ചെയ്യുന്ന വ്യക്തിത്വങ്ങൾ ഇതിനകത്തുണ്ടെങ്കിൽ, നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം അക്ഷരാർത്ഥത്തിൽ കാണാൻ പോവുകയാണ്. നിങ്ങളുടെ മേൽ കത്തുന്ന തീയുമായിട്ട് വ്യത്യസ്തമായ അനുഭവങ്ങളുടെ ദൈവാത്മാവ് ഇറങ്ങി വരുന്നൊരു സീസൺ ഇവിടെ ആരംഭിക്കും കേട്ടോ. എന്നോട് കർത്താവ് പല പ്രാവശ്യം കാണിച്ചിട്ടുള്ള കാഴ്ചകൾ ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു. നമ്മളായിരിക്കുന്ന രാജ്യം പ്രത്യേകമായ നിലയിൽ ദൈവിക എൻകൗണ്ടറുകൾ കാണാൻ പോവുകയാണ്. ഞാനൊരിക്കൽ അരുണാചൽ പ്രദേശിൽ ചെന്നപ്പോൾ ഷാജത്ത് ഭാഷയോട് പറഞ്ഞൊരു സാക്ഷ്യമുണ്ട്. അവരെവിടെയെങ്കിലും ഒരു കൺവെൻഷൻ നടത്താൻ തീരുമാനിച്ചാൽ ആ ദേശത്തുള്ള വീടുകളിലുള്ള ആളുകൾ അവിടെ മറ്റൊരു സ്ഥലത്ത് കൂട്ടരാണ് ചെന്ന് മീറ്റിംഗ് നടത്തുന്നെങ്കിൽ 200 പേര് 300 പേര് വരും. എന്നാൽ ഈ ഷാജത്ത് ഭാഷയും ടീമുമാണ് ചെല്ലുന്നെങ്കിൽ അതേ സ്ഥലത്ത് അതേ മീറ്റിംഗ് 1000-1500 പേര് കൂടും. അവർ എന്താണ് ഇതിൻ്റെ പുറകിലുള്ള കാരണമെന്ന് അന്വേഷിച്ചപ്പം ദൈവാത്മാവ് ഒരു രഹസ്യം വെളിപ്പെടുത്തി കൊടുത്തു. അത് മറ്റൊന്നുമല്ല, ഈ വരുന്ന 300, 200, 1000, 1500 ആകുന്നത് ബാക്കി 800 പേരും വരുന്നത് സ്വപ്നങ്ങൾ കണ്ടിട്ടാണ്. സ്വപ്നത്തിലൂടെ ദൈവാത്മാവ് സംസാരിക്കുകയാണ്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇന്ത്യയുടെ കിഴക്കൻ സംസ്ഥാനമായ അരുണാചൽ പ്രദേശം നടക്കുന്ന സംഭവം ഞാൻ പറഞ്ഞത്. ദൈവത്തിൻ്റെ എൻകൗണ്ടറുകൾ ആരംഭിച്ചാൽ ദൈവം സ്വപ്നത്തിലൂടെ ജനത്തോട് സംസാരിക്കും കേട്ടോ. അങ്ങനെ ജനത്തോട് അവൻ സംസാരിക്കുന്ന ദൈവമാണ്. നമ്മോട് അവൻ എത്രയധികം സംസാരിക്കും. ഞാൻ ഇന്ന് രാവിലെ നിങ്ങളിലേക്ക് അത് കൈമാറുകയാണ്. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ വാക്ക്, അതേ വാക്ക് ഞാൻ അത് സ്വപ്നത്തിൽ പറയുന്നത് ഒരു കോൺഫറൻസിനകത്ത് വെച്ചാണ് പറയുന്നത്. പക്ഷെ ഇന്ന് രാവിലെ നമ്മൾ നിരന്തരമായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു
പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകളുടെ നിരന്തരമായ യാത്രകളിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷമായി അല്ല 6ാമത്തെ വർഷമാണ് നമ്മൾ ദൈവസന്നിധിയിൽ നിരന്തരമായി പ്രാർത്ഥിക്കുന്നത്. വിശ്വസിക്കാമെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ട്, വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവ് അടിമത്ത ദേശത്തിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനകളുടെ മറുപടിയായി ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വരുന്നു, ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വരുന്നു. ഇതൊന്നും ഈ ആനുകാലിക അല്ലെങ്കിൽ ട്രഡീഷനകത്തുള്ളതോ ആനുകാലികമായിട്ടുള്ള പഠനങ്ങളുടെ അകത്ത് നിൽക്കുന്നവരൊക്കെ ഇതിൻ്റെ മൂല്യത കുറച്ച് പറയുകയാണ്. പക്ഷെ ഇന്ന് രാവിലെ ഞാൻ ഉറപ്പോടെ പറയുന്നു, വ്യത്യസ്തമായ കൃത്യവും നിപുണവുമായ ആഴമായ ദൈവിക എൻകൗണ്ടറുകൾ നിങ്ങളുടെ മേൽ സംഭവിക്കാൻ തുടങ്ങും. തീയുടെ ഒരു പുതപ്പ് പോലെ, പാളിക്കത്തുന്ന തീ പോലെ ദൈവിക സിംഹാസനം അവിടെ വെറുമൊരു കാഴ്ചയല്ല എഗസ്കേൽ കാണുന്നത്, വെറുമൊരു കാഴ്ചയല്ല എഗസ്കേൽ കാണുന്നത്. അങ്ങനെ ഒരു എൻകൗണ്ടർ നിങ്ങളുടെ മേൽ ഉണ്ടാകും. ഞാൻ പറഞ്ഞല്ലോ, എൻകൗണ്ടറുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അത് നിരന്തരമായി ശുശ്രൂഷിച്ച ഒരുവന്റെ ശുശ്രൂഷയാണ് അവിടെ കാണുന്നത്. 5 വർഷമായിട്ട് ആ ജനമനുഭവിക്കുന്ന പീഡയുടെ നടുവിൽ, ആ ജനമനുഭവിക്കുന്ന അടിമത്തത്തിൽ നിന്ന് അവരെ മടക്കിക്കൊണ്ടുവരാൻ വേണ്ടി അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അങ്ങനെ ഒരു പ്രാർത്ഥന നമ്മുടെ അകത്ത് വെളിപ്പെടുന്നുണ്ടോ? ഒരു പൗരോഹിത്യ പ്രാർത്ഥന. ഒന്ന് പ്രാർത്ഥിക്കാം. നമ്മളായിരിക്കുന്ന കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, നമ്മളായിരിക്കുന്ന സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നമ്മളായിരിക്കുന്ന പട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ ഇങ്ങനെ ഒരു കൊച്ചിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോഴാണ് ആ കൊച്ചിന്റെ പ്രാർത്ഥന മുറിയിൽ കർത്താവ് ഇറങ്ങി വരികയും 6 ദൂതന്മാർ ഇറങ്ങി വന്ന് സംസാരിക്കുകയും ചെയ്ത അനുഭവം തൃശ്ശൂരുണ്ടായത്. നമുക്ക് ആദ്യം അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാം. എൻകൗണ്ടർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമ്മുടെ ലൈഫിനകത്ത് ഒരു പൗരോഹിത്യം നടക്കുന്നുണ്ടോ? നമ്മൾ നമ്മുടെ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? ഭവനത്തിന് വേണ്ടി ചിലപ്പോൾ പ്രാർത്ഥിക്കുമായിരിക്കാം, അത് പൗരോഹിത്യമല്ല, അതൊരു അകത്തുള്ളൊരു ജഡസ്നേഹത്തിലാണത് ആഴത്തിൽ പൊന്തി വരുന്നത്. എന്നാൽ നിങ്ങളൊരു സഭയുടെ ഉണർവിന് വേണ്ടിയിട്ടും, നിങ്ങൾ ഒരു ദേശത്തിന്റെ ഉണർവിന് വേണ്ടിയിട്ടും, നിങ്ങളൊരു പട്ടണത്തിന്റെ വിടുതലിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ഞാൻ പറയും, നിങ്ങളുടെ അകത്ത് പൗരോഹിത്യം ഓപ്പണാണ്, പൗരോഹിത്യം ഓപ്പണാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ യാഗമാകുന്ന തലത്തിലേക്ക് നിങ്ങൾ വളരുന്നുണ്ടെങ്കിൽ ഞാൻ പറയും, നിങ്ങളുടെ അകത്ത് പൗരോഹിത്യം ഓപ്പണാണ്. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഒരു ഉണർവ് ദൈവാത്മ അയക്കേണ്ടവന് ഒന്ന് പ്രാർത്ഥിച്ചു ഒരു ഉണർവ് ദൈവാത്മ അയക്കേണ്ടവനായിട്ട്. നിങ്ങൾ താമസിക്കുന്ന പട്ടണം, ഞാൻ തൃശ്ശൂരിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് കേട്ടോ. പക്ഷെ നിങ്ങൾ താമസിക്കുന്ന പട്ടണം, നിങ്ങൾ താമസിക്കുന്ന രാജ്യം, നമ്മൾ ജനിച്ചു വളർന്ന സംസ്ഥാനം കേരളം ദൈവത്താൽ പണിയപ്പെടുവാൻ ഇവിടെയുള്ള ജനം മുഴുവൻ കർത്താവിലേക്ക് തിരിയേണ്ടവനായിട്ട് ഒന്ന് പ്രാർത്ഥിച്ചു. മൈക്കിളെല്ലാം മൺമുട്ടിട്ട് പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവിന് ഇതാണ് പൗരോഹിത്യം എന്ന് പറയുന്നത്. ഞാനും എന്റെ കുടുംബം ശരിയാകുന്നതല്ല പൗരോഹിത്യം, ഞാനും എന്റെ കുടുംബം അനുഗ്രഹം അനുഭവിക്കുന്നതല്ല പൗരോഹിത്യം. പൗരോഹിത്യം ഒരു ജനത്തിന് വേണ്ടി ശുശ്രൂഷിക്കുന്നതാണ്. മൈക്കിളെല്ലാം മൺമുട്ടിട്ട് പ്രാർത്ഥിച്ച് ശബാനഹത്തുരാധന വൈഡ പ്രൗഢമനഘടകഥന. പൗരോഹിത്യം എന്ന് പറയുന്നത് ഒരു ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. പൗരോഹിത്യം എന്ന് പറയുന്നത് ഒരു ജനത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുന്നതാണ്. ഇന്ന് രാവിലെ സംഭവിക്കട്ടെ, ഇന്ന് രാവിലെ നിങ്ങളിലത് തുടങ്ങട്ടെ. ശബനഘടകഥന അത് നിങ്ങളുടെ ഒരു ഹരമായി മാറട്ടെ, അത് നിങ്ങളുടെ ഒരു ജീവസ്പന്ദനമായി മാറട്ടെ. അത് എപ്പോൾ തുടങ്ങുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം തുറക്കാൻ തുടങ്ങും. ശബനഘടകഥന യഗസ്കേൽ കെബാർ നദികളുടെ തീരത്തിരുന്നു കൊണ്ട് അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ശബനഘടകഥന അവിടെയാണ് അസാധാരണ അനുഭവങ്ങൾ തുറക്കുന്നത്, അവിടെയാണ് അസാധാരണ ദൈവിക വിടുതലുകൾ തുറക്കുന്നത്. ശബനഘടകഥന അവിടെയാണ് തുറന്നു വന്ന എൻകൗണ്ടറാണ്. ഇറങ്ങി വന്ന സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന തീയ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന സിംഹാസനം, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവിക ഇടപെടലുകളാണ് ശബനഘടകഥന അവനെ കൊണ്ട് പ്രവചിപ്പിച്ചത്. ആരും പ്രവചിക്കാത്ത പ്രവചനം, ഒരു അസ്ഥി താഴ്വരയെ സൈന്യമാക്കുന്ന അറഗതന ഘടകഥന, ശപിക്കപ്പെട്ടവനെ ജീവൻ കൊണ്ട് നിറയ്ക്കുന്ന അടകഥന ഹതുരമന ഘടകഥന, ചരിത്രത്തെ മൊത്തം തിരുത്തുന്ന അസാധാരണമായ പ്രവചനങ്ങൾ. ശബൽ ഘടകഥന യഗസ്കേലിനെ കൊണ്ട് പ്രവചിപ്പിച്ചത് തന്റെ മുറിക്കകത്തിറങ്ങി വന്ന തീയാണ്. യഗസ്കേലെ നിനക്ക് എങ്ങനെ ഇങ്ങനെ പ്രവചിക്കാൻ പറ്റുന്നു? യഗസ്കേലെ നിനക്ക് എങ്ങനെ ആരും പ്രവചിക്കാത്ത പ്രവചനം പ്രവചിക്കാൻ പറ്റുന്നു? യഗസ്കേലെ എങ്ങനെ നിന്നോട് ദൈവാത്മാവ് ഇങ്ങനെ ഇടപെടുന്നു? കാരണം മറ്റൊന്നുമല്ല, ഞാൻ പ്രാർത്ഥനാ മുറിയിലായിരുന്നു, ഞാൻ ദൈവത്തോട് അപേക്ഷിക്കുകയായിരുന്നു, ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു, രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു, എന്റെ ജലത്തിന്റെ മടങ്ങിപ്പോക്കിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു, അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാവിലെയും അത് ദൈവം തുറക്കാൻ പോവുകയാണ്. ശബന ഘടകഥന അങ്ങനെ നിരന്തരമായി പ്രാർത്ഥിക്കുന്നവരുണ്ടോ? ഉടമന ഘടകഥന അത്
ദൈവാത്മാവേ, അങ്ങത് തുറക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു, അങ്ങത് തുറക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രയർ ലൈഫ് മാറട്ടെ, ഞങ്ങളുടെ പ്രയർ ലൈഫ് മാറട്ടെ. ഒരു ഉണർവിന്റെ വ്യാപാര ശക്തി ഞങ്ങളുടെ ദേശത്ത് അയക്കണമേ. പരിശുദ്ധാത്മാവേ, അങ്ങുമായിട്ട് ചേർന്ന് ജീവിപ്പാൻ പ്രാർത്ഥിച്ചുകൊണ്ടോ, എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടോ. പ്രാർത്ഥിക്കുന്നവൻ നോക്കുമ്പോൾ സ്വർഗം തുറക്കുന്നവൻ കാണും. പ്രാർത്ഥിക്കുന്നവൻ അങ്ങനത്തെ അനുഭവം ഉണ്ടാകും കേട്ടോ. വിട്ടുകൊടുക്കരുത്. 5 വർഷത്തെ പ്രാർത്ഥനയുടെ മറുപടി നടക്കുകയാണ്. 5 വർഷത്തെ പ്രാർത്ഥനയുടെ മറുപടി നടക്കുകയാണ്. അടകം തിരുവിനി ഘടകത്തിന് മടുപ്പില്ലാത്തവന്റെ പ്രാർത്ഥന, മടുപ്പില്ലാത്ത പ്രാർത്ഥന, മടുപ്പില്ലാത്ത പ്രാർത്ഥന. ശബന ജഗന ഘടകനം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം. ഈ എഗസ്കേലിനെ ഇതുപോലെ പ്രചോദിപ്പിക്കുവാനോ അല്ലെങ്കിൽ എഗസ്കേലിനെ ഇങ്ങനെ ഉറപ്പിക്കുവാനോ, എഗസ്കേൽ നിന്റെ പ്രാർത്ഥന കേൾക്കും, ദൈവം ഇടപെടും, ദൈവം ഇറങ്ങി വരും, ഇങ്ങനെ ആവർത്തിച്ച് തന്നോട് പറയാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. ഒരു ചെറിയൊരു കൂട്ടം അവൻ്റെ കൂടെ അവിടെ ഉണ്ടായിരുന്നു. പിന്നത്തേതിൽ ഈ എൻകൗണ്ടറിൽ നടക്കാൻ തുടങ്ങിയ ഒരു കൂട്ടത്തെ നമുക്കവിടെ കാണാം. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കൂ, അതിന് ചുറ്റുമുള്ള പ്രകാശം മഴയുള്ള മേഘത്തിൻ്റെ ദിവസത്തിൽ മേഘത്തിൽ കാണുന്ന വില്ലിൻ്റെ കാഴ്ച പോലെയായിരുന്നു. ഈ എഗസ്കേലിൻ്റെ പുസ്തകം 1-ാം അധ്യായം നിങ്ങളൊന്ന് സമയം കിട്ടി വായിക്കണം കേട്ടോ. ചിലപ്പം ഒരു വട്ടം വായിക്കുമ്പോഴൊന്നും മനസ്സിലാകില്ല കേട്ടോ. പക്ഷെ അത് മനസ്സിലാകുന്ന വാക്യങ്ങളുടെ അടിയിൽ വരയിട്ടോ നിങ്ങൾ. യഹോവയുടെ മഹത്വത്തിൻ്റെ പ്രത്യക്ഷത ഇങ്ങനെയായിരുന്നു കണ്ടത്. അത് കണ്ടിട്ട് ഞാൻ കവിണ്ണു വീണു. സംസാരിക്കുന്ന ഒരുത്തൻ്റെ ശബ്ദം ഞാൻ കേട്ടു. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ദർശനം അവൻ കണ്ടു. ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പ്രത്യക്ഷത അവനിരിക്കുന്ന ആ നദിയുടെ തീരത്തുള്ള കൊച്ചു കൂടാരത്തിനകത്തേക്ക് ദൈവത്തിൻ്റെ മഹത്വമായിട്ട് ഇറങ്ങി വന്നു. ഇതിൻ്റെ 1-ാം വാക്യം നമ്മളിപ്പോൾ കണ്ടതാണ്. 1-ാം വാക്യം എന്താ കണ്ടത്? സ്വർഗം തുറന്ന് കണ്ടാണ് അവൻ ഈ മഹത്വം ആരംഭിക്കുന്നത്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചോ, 5 വർഷമായിട്ട് അവൻ ഒന്നും കണ്ടിട്ടില്ല കേട്ടോ. 5 വർഷമായിട്ട് സ്വർഗം തുറക്കുന്നതോ ദൈവം ഇറങ്ങി വരുന്നതോ ദൈവിക ഇടപെടലുകളോ ഒന്നും അവൻ കണ്ടിട്ടില്ല. 5 വർഷമായിട്ട് അവനോടൊരാൾ പ്രവചിച്ചിട്ടില്ല. 5 വർഷമായിട്ട് അവനെ പ്രചോദിപ്പിക്കുവാനോ അവനൊരു ഫെല്ലോഷിപ്പ് കൊടുക്കാൻ ആരുമില്ല. അവൻ ഒറ്റയ്ക്കിരിക്കുക. ഒരനുഭവമില്ല. പക്ഷേ ഇവിടെ ഞങ്ങളുടെ അനുഭവങ്ങളുടെ കലവറ തുറക്കുക. എത്ര രസകരമായിട്ടാണ് ദൈവാത്മാവ് ഇടപെടുന്നറിയാമോ? മഹത്വത്തിൻ്റെ പ്രത്യക്ഷത ഇങ്ങനെയായിരുന്നു എന്ന് യെഹെസ്കേൽ 1-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു. എന്നിട്ട് ദൈവാത്മാവ് അവനോടങ്ങ് സംസാരിക്കുകയാണ്. അവൻ വീണുപോയി. ആ തേജസ് വെളിപ്പെട്ടപ്പോൾ ദൈവാത്മാവ് പറയുകയാണ്, മനുഷ്യപുത്ര നീ എഴുന്നേൽക്കുക. എഴുന്നേറ്റ ഉടൻ തന്നെ കണ്ടോ ആ തേജസ്സിനകത്ത് അടുത്ത വാക്യം വായിച്ചു മോളി. 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 2-ാമത്തെ വാക്യം. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ വന്ന് എന്നെ നിവർന്നു നിൽക്കുമാറാക്കി. നോക്കി, നിങ്ങൾ ശ്രദ്ധിക്കൂ. അപ്പൊ ദൈവം സംസാരിച്ചപ്പോ മഹത്വത്തിന്റെ പ്രത്യക്ഷത ഉണ്ടായപ്പോ ആ പ്രത്യക്ഷതയിൽ അവൻ ദൈവശബ്ദം കേൾക്കാൻ തുടങ്ങി. നിങ്ങളെല്ലാം കൃത്യമായിട്ട് ദൈവശബ്ദം കേൾക്കുക കേട്ടോ. കൃത്യമായിട്ട്. ഞാൻ ഇന്നലെ സാക്ഷ്യം പറഞ്ഞില്ലേ ദൈവദാസിയുടെ, കൃത്യമായിട്ട് നിങ്ങളുടെ ജോലി സ്ഥലത്തുള്ള വ്യക്തികളെ കുറിച്ചുള്ള സാക്ഷി, നിങ്ങൾ അവരുടെ വ്യക്തിപരമായ അനുഭവങ്ങൾ, ജോലി സ്ഥലത്തുള്ള കാര്യങ്ങൾ, ഇങ്ങനെ നിങ്ങളുടെ ജോലി സ്ഥലം, നിങ്ങളുടെ ഭവനം, നിങ്ങളുടെ ബിസിനസ് മേഖലകൾ മുഴുവൻ നിങ്ങൾ ഒരു വ്യത്യസ്ത വ്യക്തിയായിട്ട് വെളിപ്പെടാൻ തുടങ്ങും. നിങ്ങളുടെ കൂടെ ആരോ ഉണ്ട്. എന്തോ അമാനുഷികത നിങ്ങളിൽ സംഭവിക്കുന്നു. ഞാനിത് പലവട്ടം പറയാറുള്ള കാര്യമാണ്. ദൈവാത്മാവ് അങ്ങനെ ഉറപ്പിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതിപ്പോൾ അനുഭവമായിട്ട് നിങ്ങൾ കേൾക്കുന്നു. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ അവരെ സാക്ഷി അവരെ കൊണ്ട് തന്നെ പറഞ്ഞു കേൾപ്പിക്കാം. ശ്രദ്ധിക്കും നിങ്ങൾ, ഇത് ആത്മാവ് സംസാരിക്കുക മാത്രമല്ല, സംസാരിച്ച ആത്മാവ് ആ വ്യക്തിയുടെ അകത്തു
വന്നു, ആത്മാവ് എന്നിൽ വന്നു. അപ്പം എൻകൗണ്ടർ ആദ്യം തുടങ്ങിയത് എങ്ങനെയാ? പ്രാർത്ഥനയായിട്ട്. രണ്ടാമത് എന്താ ഉണ്ടായത്? രണ്ടാമത് അവൻ ഹെവൻ തുറക്കുന്നത് കണ്ടു, സ്വർഗം തുറക്കുന്നത് അവൻ കണ്ടു. കാരണം അവൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവനറിയാം സംതിങ് സംഭവിക്കാൻ പോകുന്നു, സംതിങ് സംഭവിക്കാൻ പോകുന്നു. സ്വർഗം തുറന്നത് അവൻ നോക്കിക്കൊണ്ടിരിക്കുക. കണ്ടോ, 4-ാം വാക്യം കണ്ടോ? ഞാൻ നോക്കിയപ്പോൾ വലിയ ഒരു കൊടുങ്കാറ്റും വലിയ ഒരു മേഘവും പാളിക്കത്തുന്ന തീയും വരുന്നത് ഞാൻ കണ്ടു. ദൈവം ഇതുവരെ ഇടപെടാത്തതുപോലെ ദൈവാത്മാവ് തൻ്റെ ജനത്തോട് ഇടപെടാൻ പോവുകയാണ്. ഈ ഇടപെടലിനകത്ത് നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടാകാത്ത അനുഭവങ്ങൾ ഉണ്ടാകും. ഇതുവരെയുള്ള അനുഭവങ്ങളിൽ വെളിച്ചം ഇറങ്ങി വരുന്നു, അല്ലെങ്കിൽ ഒരു സാന്നിധ്യം ഇറങ്ങി വരുന്നു, നിങ്ങളുടെ മേലൊരു തീ ഇറങ്ങി വരുന്നു, നിങ്ങളുടെ ആത്മാവ് നിങ്ങളുടെ ബോഡിയിൽ നിന്ന് വിട്ടുപോകുന്ന അനുഭവങ്ങൾ ഉണ്ടാകുന്നു. ഇങ്ങനെ ഇതുവരെ ഉണ്ടായ അനുഭവങ്ങളിൽ നിന്ന് ഒന്നും കൂടെ ആഴമായത് പരിശുദ്ധാത്മാവ് തൻ്റെ ജനത്തിൻ്റെ മേൽ എൻകൗണ്ടറുകളായിട്ട് തുറക്കാൻ പോവുകയാണ്. തൻ്റെ ജനത്തിൻ്റെ മേൽ എൻകൗണ്ടറുകളായി തുറക്കാൻ പോവുകയാണ്. വേണ്ടേ, ദൈവാത്മാവ് അവൻ്റെ അകത്തേക്ക് തന്നെ ആത്മാവിനെ പകരുകയാണ്. രണ്ടാമത് ദൈവാത്മാവ് അവൻ്റെ മേൽ പുസ്തക ചുരുളുകൾ അവനിലേക്ക് കൊടുക്കുകയാണ്. പുസ്തക ചുരുളുകൾ, ജനത്തിൻ്റെ ഭാരം അവൻ്റെ അകത്തേക്ക് കയറ്റുകയാണ്. ഞാനിത് ഒരു പഠന ക്ലാസ് ആയിരുന്നെങ്കിൽ ഞാനിത് ഒന്നുകൂടെ ആഴത്തിൽ നിങ്ങളെ പഠിപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ദൈവാത്മാവ് അവൻ്റെ അകത്തേക്ക് എന്താണോ ദൈവം ആഗ്രഹിക്കുന്നത് അത് അവൻ്റെ അകത്തേക്ക്, ഈ 2-3 അധ്യായം വായിച്ചാൽ ജനമനുഭവിക്കുന്ന വേദന, ജനമനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അവൻ ആ ജനത്തിൻ്റെ കഷ്ടത, ഇതെല്ലാം അവൻ്റെ അനുഭവമായി മാറും. ദൈവം അവന് വ്യത്യസ്തമായത് അവൻ്റെ അകത്തേക്ക് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നിങ്ങൾ 3-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം ഇതുകൂടെ വായിച്ചു നോക്കുക, പ്രാർത്ഥിക്കാം. 3-ന്റെ 12 കൂടെ നിങ്ങൾ വായിച്ചു നോക്കിയേ. അപ്പോൾ ആത്മാവ് എന്നെ എടുത്തു, യഹോവയുടെ മഹത്വം സ്വസ്ഥലത്ത് നിന്ന് അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ എന്ന് ഞാൻ വലിയ മുഴക്കത്തോടെ ഒരു ശബ്ദം എന്റെ പിറകിൽ കേട്ടു. വാക്യം 14. ആത്മാവ് എന്നെ എടുത്തുകൊണ്ട് പോയി, ഞാൻ വ്യസനത്തോടും മനസ്സിന്റെ ഉഷ്ണത്തോടും കൂടെ പോയി. യഹോവയുടെ കൈ ശക്തിയോടെ എന്റെ മേലുണ്ടായിരുന്നു. ശ്രദ്ധിക്കൂ നിങ്ങൾ, ഞാൻ ദൈവം എന്നെ കാണിച്ച സ്വപ്നത്തോടുള്ള ബന്ധത്തിൽ 2-3 വാക്യങ്ങൾ ഇന്ന് രാവിലെ കാണിച്ചതാണ്. നിങ്ങളിത് എത്ര പേരങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നോട് ദൈവം കാണിച്ച കാഴ്ചയിൽ ഒരു കൂട്ടത്തോട് ഞാൻ പറയുക, നിങ്ങൾ മുഴുവൻ ഇങ്ങനത്തെ അനുഭവങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ്. നിങ്ങളിങ്ങനെ മുഴുവൻ വ്യത്യസ്തമായൊരു ഫേസിലേക്ക് നിങ്ങളുടെ ക്രിസ്ത്യൻ ലൈഫ് മാറാൻ പോവുകയാണ്. ഇന്ന് നമ്മൾ കേട്ടില്ലേ, കരഞ്ഞുകൊണ്ടിരുന്നിരുന്ന വ്യക്തി, എല്ലാ വിഷയങ്ങളുടെയും പരിഹാരത്തിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വ്യക്തി, നിലവിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചിരുന്ന വ്യക്തി, ആ വ്യക്തിയെ ദൈവാത്മാവ് കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ മൈൻഡ് സെറ്റ് മാറി. കിങ്ഡം റിലം ഓപ്പണായി. കണ്ടോ, ഒറ്റ ദിവസം കൊണ്ട് നിങ്ങളുടെ തലങ്ങൾ ചേഞ്ച് ആകും. നിങ്ങൾക്ക് കണ്ടമാനം അവസ്ഥകളുണ്ട്, ഭാരങ്ങളുണ്ട്. പക്ഷെ അതിൻ്റെ നടുവിലിരുന്നു കൊണ്ട് നിങ്ങൾ ദൈവത്തോട് ദൈവരാജ്യത്തിൻ്റെ ഒരു എക്സ്പാൻഷന് വേണ്ടി, ദൈവരാജ്യത്തിൻ്റെ മഹിമ തുറക്കാൻ, കിങ്ഡം റിലം ഓപ്പൺ ആകാൻ, ആ പുനരുത്ഥാനത്തിൻ്റെ തലത്ത് ജീവിക്കാൻ, കർത്താവേ ഞങ്ങളുടെ നടുവിൽ ഒരു ഉണർവയക്കണമേ, ഞങ്ങൾ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നൊരു പ്രെയർ ലൈഫ് നിങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ ദൈവാത്മാവ് ഇങ്ങനത്തെ എൻകൗണ്ടറുകൾ നിങ്ങളുടെ മേൽ തുറക്കാൻ പോവുകയാണ്. ഇത് എന്നോട് കർത്താവ് അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, എൻകൗണ്ടർ വെറുമൊരു പെരുപ്പമല്ല, എൻകൗണ്ടർ വെറുമൊരു ചലനമല്ല, വെറുമൊരു സാന്നിധ്യം അനുഭവിക്കുന്നതല്ല. ദൈവം നേരിട്ടും എൻ്റെ മുറിക്കകത്തേക്ക് ഇറങ്ങി വരും. ദൈവത്തിൻ്റെ മഹത്വം എൻ്റെ മുറിക്കകത്തേക്ക് ഇറങ്ങി വരും. അത് തീയായിട്ട് ഇറങ്ങി വരും. അത് പാളിക്കത്തുന്ന മേഘം പോലെ, അത് പാളിക്കത്തുന്ന തീയായിട്ട് ഇറങ്ങി വരും. അത് മേഘം പോലെ ഇറങ്ങി വരും. നിന്നോട് സംസാരിക്കുന്ന ശബ്ദമായിട്ട് ഇറങ്ങി വരും. അങ്ങനെ ദൈവാത്മാവ് നിന്റെ ലൈഫിനെ തിരിക്കുന്ന അനേകർക്ക് അതിൽ നിന്നുകൊണ്ടാണ് യെഹെസ്കേലിൽ പ്രവചനങ്ങൾ മൊത്തം പ്രവചിക്കുന്നത്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? പലരും ആമേൻ എന്ന് ടൈപ്പ് ചെയ്യുന്നു. അങ്ങനെ ടൈപ്പ് ചെയ്തോ നിങ്ങൾ അതിനോട് പ്രതികരിച്ചോ. ഈ എൻകൗണ്ടർ നടക്കും, ഈ എൻകൗണ്ടർ സംഭവിക്കും. ഞാൻ രാവിലെ ഇങ്ങനെ ആവർത്തിച്ച് പറയാറില്ലല്ലോ, അവസാനം 2 മിനിറ്റിലെ പ്രാർത്ഥിക്കും. ഇന്ന് ഞാൻ ആരംഭം തൊട്ട് അവസാനം വരെ വീണ്ടും പറയുന്നു, നിങ്ങളുടെ ഭവനം എൻകൗണ്ടറുകൾ നടക്കുന്ന ഭവനമായി മാറും. നിങ്ങളുടെ ഭവനം സ്വർഗം തുറക്കുന്ന ഭവനമായി മാറും. ഒന്ന് പറഞ്ഞവർ പ്രാർത്ഥിച്ചോണ്ട്, ഒന്ന് പ്രഖ്യാപിച്ചോ. ദൈവാത്മാവ്, ഞാൻ സ്വപ്നത്തിനകത്ത് അങ്ങനെ കണ്ടത് കൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ ഭവനം സ്വർഗം തുറക്കുന്ന ഭവനമായി മാറും. വ്യത്യസ്ത അനുഭവങ്ങൾ തുറന്നു വരുന്ന ഭവനമായി മാറും. ശബനഘടകപന തുറക്കപ്പെട്ട സ്വർഗത്തിനകത്ത് നിങ്ങളുടെ തലമുറകൾ ജീവിക്കുന്ന കാലഘട്ടങ്ങൾ വെളിപ്പെടാൻ പോകുന്നു. ശബൽ ഘടകന ദൈവാത്മാവിന്റെ പകർച്ച നിന്റെ ആത്മാവിലേക്ക് സംഭവിക്കാൻ പോകുന്നു. ശബനഘടകന പരിശുദ്ധാത്മാവിന്റെ പകർച്ച നിന്റെ ആത്മാവിലേക്ക് സംഭവിക്കാൻ പോകുന്നു. നീ ജാതികളോട് പറയും, നീ ജനത്തോട് പറയും, കൂടിയിരിക്കുന്നവരോട് പറയും, മഹത്വത്തിന്റെ പ്രത്യക്ഷത സംഭവിക്കുന്നു. ദൈവത്തിന്റെ സിംഹാസനം എൻ്റെ മുറിക്കകത്തേക്ക് ഇറങ്ങി വരുന്നു. ഉടാരബാന ഘടകദന അന്തൽ ഘടകമന വൈഷപ്രൗഢമന ഘടകദനം
നിങ്ങളത് വിശ്വസിക്കാൻ നിങ്ങൾക്ക് കരുത്തുണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. നിങ്ങളത് വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല. ദൈവത്തിന്റെ സിംഹാസനമാണ്, ദൈവത്തിന്റെ സിംഹാസനമാണ്. യെഹെസ്കേൽ ഇരുന്ന മുറിക്കകത്തേക്ക്, യെഹെസ്കേലിന്റെ അടുക്കിലേക്ക് ഇറങ്ങി വന്നത് ശബൻ കടകവന. അങ്ങനെ ഒരു കൂട്ടുമുട്ടൽ മടക്കം കേട്ടോ, അങ്ങനെ ഒരു എൻകൗണ്ടർ സംഭവിക്കും കേട്ടോ. ശബൽ കടകവന അത് പ്രാർത്ഥിച്ചോ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ തന്നെ അതിന്റെ അനുഭവങ്ങൾ ചിലരുടെ മേൽ ദൈവാത്മ തുറക്കും. ഒരു തീയുടെ അനുഭവം ചിലരുടെ മേൽ വെളിപ്പെടാൻ പോകുന്നു. ശാബന അതര ഘടകദന ശസ്കനാദിനാദന വൈഡൽ ഘടകദന ഹന്തൽ ഘടകദന ഔറബാനബ ശംഭ പ്രൗഢമന ഘടകദന വൈഡൽ ഘടക. ദൈവത്തിന്റെ സിംഹാസനം, ദൈവത്തിന്റെ സിംഹാസനം, ദൈവത്തെ വഹിക്കുന്ന ജീവികൾ അരകദന ആത്മമണ്ഡലത്തിൽ റബന ഘടകദന അതിര പ്രൗഢമന ഘടകദന അന്തൽ ഘടകദന ആത്മമണ്ഡലത്തിലെ അനുഭവങ്ങൾ റബൽ ഘടകദന അന്തൽ ഘടകമന. കണ്ടോ യെഹെസ്കേൽ 1:26. അവയുടെ തലക്കിൽ മീതെയുള്ള വിധാനത്തിന് മീതെ നീലക്കല്ലിന്റെ കാഴ്ച പോലെ സിംഹാസനത്തിന്റെ രൂപവും സിംഹാസനത്തിന്റെ രൂപത്തിന്മേൽ അതിന് മീതെ മനുഷ്യ സാദൃശ്യത്തിൽ ഒരു രൂപമുണ്ടായിരുന്നു. കണ്ടോ, കർത്താവ് നേരിട്ടിറങ്ങി വരികയാണ്. നിന്റെ ലൈഫിനകത്തേക്ക് കർത്താവ് നേരിട്ടിറങ്ങി വരികയാണ്. ഇത് അനുഭവമല്ല, ഇത് വെറുമൊരു അനുഭവമല്ല. ഡയറക്റ്റ് കർത്താവ് നിന്റെ മുറിക്കകത്തേക്ക് ഇറങ്ങി വരും. ഷാബൽ കടകമന. പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് നാളുകളായില്ലേ? പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായില്ലേ? പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായിട്ടില്ലേ? രാജ്യത്തിന്റെ ഉണർവിന് വേണ്ടി, പട്ടണത്തിന്റെ ഉണർവിന് വേണ്ടി, ദേശത്തിന്റെ ഉണർവിന് വേണ്ടി, തലമുറയുടെ മടങ്ങിവരവിന് വേണ്ടി, കുടുംബത്തിന്റെ സ്വസ്ഥതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായില്ലേ? ഒരു പൗരോഹിത്യമാണ് നിന്റെ അകത്ത് നടക്കുന്നതെങ്കിൽ ഷബൽ കടകന മറുപടി ഉണ്ട് കേട്ടോ. മറുപടിയുമായിട്ട് എന്റെ അരുമനാഥൻ ഇറങ്ങി വരും കേട്ടോ. ഉടബൽ കടകന. അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചു. കർത്താവേ, ഞാൻ നിന്നിലേക്ക് നോക്കുന്നു. ഷാബന ജനാദിനാഥനാഥന അന്തൽ കടകന. ഈ രാവിലെ നമ്മൾ ഒരുമിച്ച്, ഇത്രയും പേർ ഒരുമിച്ച്, കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സിംഹാസനത്തിലേക്ക് അടുത്തു വരികയാണ്. ഉണ്ട്, ദൈവം നിനക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ദിവസമുണ്ട്. ദൈവം നിനക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ദൈവം നിനക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ദിവസമുണ്ട്. ദൈവം നിനക്ക് വേണ്ടി നിന്റെ ലൈഫിനെ തിരിക്കാൻ, നിന്നിലൂടെ ഒരു രാജ്യത്തെ തിരിക്കാൻ, നിന്നിലൂടെ ഒരു സൈന്യത്തെ പണിയാൻ, നിന്നിലൂടെ ഇതുവരെ ആർക്കും കൊടുക്കാത്തത് വെളിപ്പാട് കൊടുക്കാൻ നിനക്ക് വേണ്ടി ദൈവം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ദൈവം നിനക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിലേക്ക് ഞാൻ എൻ്റർ ആവുകയാണ്. ശാബനാദിനാഥന. അത് 30ാമത്തെ മാസം, അത് 30ാമത്തെ ആണ്ട്, 5ാമത്തെ മാസം. ശോഭന ജിനാദൽ കടകദന. അതെ, ദൈവം എൻകൗണ്ടറുകളുടെ ഓവർഫ്ലോ തുറക്കുന്നു. ദൈവം എൻകൗണ്ടറുകളിൽ കൂടെ ഓവർഫ്ലോ തുറക്കുന്നു. ഷാബന ജബാലി ഘടകദന. ദൈവം എൻകൗണ്ടറുകളിൽ കൂടെ ഓവർഫ്ലോ തുറക്കുന്നു. ഷാബൽ ഘടകദന. നിന്റെ ഭവനത്തിനകത്ത് എൻകൗണ്ടറുകളിൽ കൂടെ ഹെവനിൽ നിന്നുള്ള ആഴങ്ങൾ ഓവർഫ്ലോ വെളിപ്പെടാൻ പോകുന്നു. സ്വർഗം ഹെവനിൽ നിന്ന് സ്വർഗീയമായതിന് നിന്നിലേക്ക് ഓവർഫ്ലോ ചെയ്യിപ്പിക്കുന്ന ഈ മഹത്വത്തിന്റെ എൻകൗണ്ടർ സംഭവിക്കാൻ തുടങ്ങിയാൽ കൂട്ടിമുട്ടൽ ഇതിനകത്ത് ഇത് ആരംഭിക്കുമ്പം
നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. ഒന്ന്, നിങ്ങൾ കേട്ടുകൊണ്ടിരുന്ന കാര്യം നിർത്തിയിട്ട്, കേട്ടുകൊണ്ടിരിക്കുന്ന മറ്റേ നമ്മൾ വചനം കേട്ടുകൊണ്ടിരിക്കും, പ്രവചനം കേട്ടുകൊണ്ടിരിക്കും, ദൂതുകൾ കേട്ടുകൊണ്ടിരിക്കും. ഇത് മാറിയിട്ട് ഇതിനപ്പുറത്തേക്ക് നിങ്ങൾ കയറാൻ തുടങ്ങും. നിങ്ങൾ പതുക്കെ സാന്നിധ്യം അനുഭവിക്കാൻ തുടങ്ങും. നിങ്ങൾ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ തുടങ്ങും. നിങ്ങൾ ആഴമായിട്ട് ദൈവാത്മാവിനാൽ നിങ്ങൾ ആത്മതലത്തിനകത്തേക്ക് നിങ്ങൾ എൻ്ററാകാൻ തുടങ്ങും. നിങ്ങൾ അന്യഭാഷ ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം, സ്ഫുടമായിട്ട് നിങ്ങൾ അന്യഭാഷ സംസാരിക്കാൻ തുടങ്ങും. 2, നിങ്ങളുടെ മേൽ ദൈവാത്മാവ് ഡിവൈൻ തോട്ടുകൾ, ഡിവൈൻ പ്രൊക്ലമേഷനുകൾ, ദൈവിക പ്രഖ്യാപനങ്ങൾ ദൈവാത്മ നിങ്ങളുടെ ചിന്തയ്ക്കകത്ത് വരാൻ തുടങ്ങും. നിങ്ങളത് ആഴത്തിൽ പ്രഖ്യാപിക്കാൻ തുടങ്ങണം. ചില താക്കോലുകൾ ദൈവം നിങ്ങളുടെ മേൽ കൈമാറാൻ തുടങ്ങും. ദൈവാത്മ കൈമാറാൻ തുടങ്ങും. ചിലപ്പോൾ ചില വാക്കുകളായിരിക്കും സാന്നിധ്യം കൊണ്ട്, മഹത്വം കൊണ്ട് ദൈവം നിങ്ങൾ അതിനകത്ത് നിൽക്കാൻ തുടങ്ങിയാൽ, ഈ യെഹെസ്കേൽ കണ്ടോ, 5 വർഷമായിട്ട് അവൻ്റെ മൈൻഡ് ഡൈവേർട്ടായി പോയിട്ടില്ല. 25-ാമത്തെ വയസ്സ് മുതൽ 30-ാമത്തെ വയസ്സ് വരെ അടിമദേശത്തിരുന്ന ഒറ്റ പ്രാർത്ഥനയാണ്. മറ്റൊന്നിലും അവൻ ഇൻവോൾവ് ആകുന്നില്ല. ശ്രദ്ധിക്കും നിങ്ങൾ. അങ്ങനെ പ്രാർത്ഥിച്ച ആ മനുഷ്യൻ്റെ അടുക്കിലേക്കാണ് മഹത്വത്തോടെ ദൈവം ഇറങ്ങി വരുന്നത്. യെഹെസ്കേലിന് കർത്താവ് പറഞ്ഞു, യെഹെസ്കേലേ, ഈ അസ്ഥികൾ ജീവിക്കുമോ? എനിക്കറിയില്ല കർത്താവേ. യെഹെസ്കേൽ, നീ പറഞ്ഞോടാ, നീ വചനം പറഞ്ഞാൽ ഇനി ജീവൻ വെളിപ്പെടും. അതെന്താ ഞാൻ മാത്രം പറഞ്ഞ വചനം വെളിപ്പെട്ട ജീവൻ തുറക്കുന്നത്? യെഹെസ്കേലിനോട് ദൈവം പറഞ്ഞു, നീ പറഞ്ഞാൽ നടക്കാൻ കാരണം നീ 5 വർഷമാണ് പ്രാർത്ഥിച്ചത്. നിനക്കാണ് എൻകൗണ്ടർ ഉണ്ടായത്. നിന്റെ മുറിക്കകത്താണ് തേജസ് ഇറങ്ങി വന്നതെങ്കിൽ 5 വർഷമാണ് നീ നിരാശയുടെ നടുവിൽ തകർന്നു പോകാൻ അനുവദിക്കാതെ ദൈവത്തിലുള്ള ഉറപ്പിൽ നീ പ്രാർത്ഥിച്ചതെങ്കിൽ, നീ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്റെ ഐഡന്റിറ്റി കണ്ട് നീ പ്രാർത്ഥിക്കാൻ തുടങ്ങിയെങ്കിൽ ഒരു രാജ്യത്തെ ദൈവാത്മാവിനാൽ സ്പർശിക്കുന്ന തലത്തിലേക്ക് ഞാൻ നിന്നെ വളർത്താൻ പോവുകയാണ്. ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നിന്റെ ഐഡന്റിറ്റി നീ ദൈവത്തിൽ കണ്ടു. നിന്റെ പ്രാർത്ഥന ദൈവത്തിലുള്ള അത്ര ഉറപ്പിലായിരുന്നെങ്കിൽ ഇനി അതിൻ്റെ ശക്തിയുടെ പ്രദർശനം വെളിപ്പെടാൻ പോവുകയാണ്. 5 വർഷം നീ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചെങ്കിൽ ആ പ്രാർത്ഥന വിശ്വാസത്തിലെ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ഒരു രാജ്യത്തെ അസ്ഥികളെ സൈന്യമാക്കുന്ന ശക്തി നിന്റെ വാക്കിൽ വെളിപ്പെടാൻ പോവുക. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? നീ ഒരു വാക്ക് പറഞ്ഞാൽ, നീ വചനം പറഞ്ഞാൽ ഒരു സൈന്യം, ഒരു രാജ്യം മുഴുവൻ ശവക്കുഴിയെന്ന് പൊന്തി വരും. നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഒരു രാജ്യത്തെ മൊത്തം ശവക്കുഴിന്ന് തുറന്നുകൊണ്ടുവരാൻ യെഹെസ്കേലിന്റെ മേൽ ദൈവത്തിന്റെ വചനത്തിന്റെ ദൈവശക്തിയുടെ ആധികാരികത തുറന്നു നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? അത് എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ് അത് വിശ്വസിക്കാൻ. യെഹെസ്കേലിന്റെ പുസ്തകം 37-ാം അധ്യായത്തിന്റെ 37-ാം അധ്യായം ഒരു വാക്യമുണ്ട്. എൻ്റെ ജനം മൊത്തം ശവക്കുഴിയിലായിരുന്നു. 13-ാം വാക്യം, 37-ന്റെ 13-ാമത്തെ വാക്യം, യെഹെസ്കേലിന്റെ പുസ്തകം 37-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം. അതങ്ങ് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാൻ കേട്ടോ. അങ്ങനെ എൻ്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റുമ്പോൾ ഞാൻ യഹോവയെന്നറിയും. ആരാ പ്രവചിക്കുന്നത്? യെഹെസ്കേലിൽ കൂടെ തമ്പുരാൻ പ്രവചിക്കുകയാണ്. കണ്ടോ, ശവക്കുഴിയിൽ നിന്ന് ദൈവം കയറ്റുമെന്ന്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? അപ്പൊ ശവക്കുഴി കിടക്കുന്ന ഒരു ജനതയെ പൊക്കിയെടുക്കുവാൻ കരുത്തുണ്ടോ യെഹെസ്കേലിന്റെ മേൽ വ്യാപരിക്കുന്ന ആത്മാവിന്? നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? എത്ര വലിയ ജീവൻ നഷ്ടപ്പെട്ടവനെ പൊക്കിയെടുക്കാൻ ഒന്നത് പറഞ്ഞ് പ്രാർത്ഥിച്ചു കണ്ടോ. നിങ്ങൾ ആർക്കൊക്കെ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? ഇപ്പോൾ അവരെ മുഴുവൻ നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവരിക. നിങ്ങളുടെ മേൽ ഒരു എൻകൗണ്ടർ ദൈവം തുറക്കുന്നത് ശവക്കുഴി കിടക്കുന്നതിനെ പൊക്കിയെടുക്കാനാണ്. ഞാൻ എൻ്റെ ജനത്തിന്റെ ശവക്കുഴി തുറക്കും. ഞാൻ എൻ്റെ ജനത്തിന്റെ വാക്യം 12 ഞാൻ എൻ്റെ ജനത്തിന്റെ ശവക്കുഴി തുറക്കും. നിങ്ങളെ ശവക്കുഴി നിന്ന് കയറ്റും. ഞാൻ നിങ്ങളെ ഇസ്രായേൽ ദേശത്തേക്ക് തിരിച്ചു കൊണ്ടുപോകും. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇനി നിങ്ങളുടെ വീട്ടിൽ ഇനി നിങ്ങൾ അടിമത്തത്തിൽ കിടക്കില്ല. ഇനി നിങ്ങൾ ശവക്കുഴിക്കകത്ത് കിടക്കില്ല. ഇനി നിങ്ങൾ അസ്ഥിയായി കിടക്കില്ല. ഞാൻ നിങ്ങളെ ജീവിപ്പിക്കും. ഇത് എവിടെന്നാ തുടങ്ങിയത്? ഇത് 37-ാം അധ്യായം ഒരു ദിവസം കൊണ്ട് ഇറങ്ങി വന്ന് പറഞ്ഞവല്ല. 5 വർഷമായി അവൻ കാത്തിരിക്കുന്നു. 5 വർഷമായി അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. 5 വർഷമായി പ്രാർത്ഥിക്കുന്നവന്റെ അടുക്കിലേക്ക് എന്റെ സ്വർഗത്തിൽ നിന്ന് സിംഹാസനം ഇറങ്ങി വരുന്നു. അങ്ങനെ ഒരു ദൈവാത്മാവിന്റെ സ്പർശനം നിങ്ങളുടെ മുറിക്കകത്ത്, നിങ്ങളുടെ കുടുംബത്തിനകത്ത്, നിങ്ങളുടെ മിനിസ്ട്രിക്കകത്ത് ദൈവാത്മാവ് തുറക്കുന്നു കേട്ടോ. ഇത് എന്നോട് ഇന്നലെ ഉച്ചയ്ക്ക് ദൈവാത്മാവ് പറഞ്ഞ ദർശനമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അല്ലാതെ എൻകൗണ്ടർ എന്ന് പറഞ്ഞാൽ വെറും ഒരു പെരുപ്പം ഉണ്ടാകുന്നതല്ല. അസ്ഥികളെ ജീവിപ്പിക്കുന്ന ദൈവത്തിന്റെ സൈന്യമാക്കി മാറ്റുന്ന
ദൈവത്തിന്റെ ഇനി ഈ എൻകൗണ്ടർ നടക്കുമ്പോണ്ടല്ലോ, നിങ്ങളുടെ സ്പിരിച്വൽ മാൻ ഭയങ്കരമായിട്ട് ഓർണമെന്റേഷൻ, നിങ്ങളുടെ സ്പിരിറ്റിനകത്ത് ഭയങ്കര ഓർണമെന്റേഷൻ മുടക്കും കേട്ടോ. ദൈവത്തിന്റെ മഹത്വത്തിന്റെ മുറിക്കകത്ത് നിന്റെ സ്പിരിറ്റിലേക്ക് വെളിപ്പെടാൻ തുടങ്ങി ഭയങ്കരമായിട്ട് ഓർണമെന്റേഷൻ മുടക്കും. നിന്റെ കൈക്കകത്ത് മുദ്രാമോതിരങ്ങൾ. സെരുബാബൽ പറഞ്ഞില്ലേ, സെരുബാബൽ ഞാൻ നിന്നെ മുദ്രാമോതിരമാക്കും. ദൈവാത്മാവ് നിങ്ങളുടെ മേൽ, നിങ്ങളുടെ സ്പിരിറ്റിനകത്ത് ദൈവാത്മാവ് കിരീടങ്ങൾ ധരിപ്പിക്കും, നിങ്ങളെ മുദ്രാമോതിരം ധരിപ്പിക്കും. നിങ്ങളുടെ മേൽ നിങ്ങളുടെ സ്പിരിറ്റിന്റെ സൗരഭ്യം വെളിപ്പെടാൻ തുടങ്ങും. ഈ സ്പിരിച്വൽ എൻകൗണ്ടറിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ എല്ലാം നമുക്ക് പറയാൻ പറ്റിയല്ല, എല്ലാം നമുക്ക് അറിയാലോ, ഇത് വെളിപ്പെടുമ്പോഴാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു ഫെയ്ത്തിന്റെ തലം ഇത് വിശ്വസിക്കുന്നവരിലാണ് സംഭവിക്കുന്നത്. ഞങ്ങളുടെ ചർച്ചിനകത്ത് ഇത് ആദ്യം നടന്നപ്പം ഇതുണ്ടായത് ഒരു മോൾ, നമ്മുടെ ജിബിൻ പാസ്റ്റർ വൈഫ് ഗ്രീഷ്മയ്ക്കാനുണ്ടായത്. എല്ലാവരും പറഞ്ഞു, നാട്ടുകാരും ഭൂരിഭാഗം ആൾക്കാരും പറഞ്ഞു കൊച്ചിന് വട്ടാന്ന്. കാരണം കൊച്ചിന് മേൽ ഭയങ്കരമായ ശക്തി അങ്ങ് ഇറങ്ങി വന്ന് അവൾ പിടിച്ചു നിർത്താൻ പറ്റാതെ ഓളിടാൻ തുടങ്ങി. നിരന്തരമായിട്ട് റോമാലേഖനത്തിന്റെ ക്ലാസ് ആണ് ഇപ്പോൾ എടുക്കുന്നത്. ദൈവത്തിന്റെ മഹത്വം തുറക്കും കേട്ടോ, ദൈവത്തിന്റെ മഹത്വം തുറക്കും കേട്ടോ. ഓറവൽ കടകബന ഒന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ നിങ്ങളുടെ മേൽ അങ്ങനെ തുറക്കുമെന്ന് വിശ്വാസം വരുന്നുണ്ടോ? ഉണ്ടോ? ഇത് ദൈവാത്മാവ് ചെയ്യാൻ പോകുന്ന സംഭവമാണ്. ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോൾ മുതൽ അത് ഭവനങ്ങളുടെ മേൽ ആരംഭിക്കുകയാണ്. ഇതുവരെ തുറക്കാത്തതുപോലെ ദൈവത്തിന്റെ സാന്നിധ്യം കാറ്റ് പോലെ, ദൈവത്തിന്റെ സാന്നിധ്യം തീ പോലെ, അടകതന ഹതുരപനകടകതന, ദൈവ സാന്നിധ്യം ഒഴുകുന്ന നദി പോലെ, ശാപരാധിനാഥന വ്യക്തിത്വങ്ങളുടെ മേൽ ഇപ്പോൾ തുറന്നു വരട്ടെ, വ്യക്തിത്വങ്ങളുടെ മേൽ ഇപ്പോൾ തുറന്നു വരട്ടെ. ഒറ്റ വാക്ക് മാത്രം പ്രാർത്ഥിക്കുക. 5 വർഷം പ്രാർത്ഥിച്ചത് മാനസാന്തരത്തിനും ജനത്തിന്റെ ഉദ്ധാരണത്തിനും വേണ്ടിയാണെങ്കിൽ ഒരു വാക്ക് ഞാൻ പറയുന്നു, മഹത്വത്തിന്റെ തലത്തിലേക്ക് എൻ്റർ ആകാനുള്ള ചാവി എന്ന് പറയുന്നത് മാനസാന്തരമാണ് കേട്ടോ. ചാവി എന്ന് പറയുന്നത് മാനസാന്തരമാണ്. പൂർണ്ണമായിട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയുക, പൂർണ്ണമായിട്ട് അനുസരിക്കുക, പൂർണ്ണമായിട്ട് താഴ്മയുള്ളവനായി മാറുക, പൂർണ്ണമായിട്ട് വിനയമുള്ളവനായി മാറുക. അവരുടെ മേൽ ഇത് തുറന്നിരിക്കുമെന്ന് ദൈവാത്മാവ് എന്നോട്, അതായത് ഇന്നലെ 2026 ഓഗസ്റ്റ് മാസം 13-ാം തീയതി 3:30 മണിക്ക് ദൈവനോട് സംസാരിച്ചത്. നിങ്ങളിൽ തുറക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ വിശ്വസിക്കുന്നവര് ആ മൈക്കെല്ലാം മൺമുട്ടിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട്, എന്നിട്ട് ഏതെങ്കിലും ഫ്രേസുകൾ ദൈവാത്മാവ് നിങ്ങളുടെ ആദരത്തിൽ നൽകുന്നെങ്കിൽ ചാറ്റിൽ അത് പ്രഖ്യാപിക്കുക, ചാറ്റിൽ അത് ചാറ്റ് ചെയ്യുക. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇത് തുറക്കും. തീയുടെ അനുഭവം ഉണ്ടാകും. രാജ്യങ്ങളെ തൊടുന്ന റോബനാഥനാഥന, ഒരു രാജ്യത്തിന്റെ കെട്ടുപൊട്ടിച്ച് ആ രാജ്യത്തെ ഉയർത്തിക്കൊണ്ടുവരുന്ന റബന ജിബൽ കടകഥന. അങ്ങനെ പ്രാർത്ഥിച്ചു. എല്ലാ മൈക്കും അൺമുട്ടിട്ട് പ്രാർത്ഥിച്ചു. ഷസ്കനാഥിന രമപ്രൗഢമന കടകഥന അതുരവന കടകഥന. ഇത് ദൈവത്തിന്റെ മഹത്വം തുറക്കുന്ന സമയമാണ്. ആറകഥന അന്തൽ കടകഥന ദോകൽ കടകഥന. ദൈവത്തിന്റെ സഭയുടെ ആറകഥന മഹത്വത്തിന്റെ സീസൺ ദൈവാത്മാവ് തുറക്കും. ഷാബ അതൽ കട, അത് നിങ്ങളുടെ ഭവനത്തിൽ ഇറങ്ങി വരും കേട്ടോ. അത് നിങ്ങളുടെ ഭവനത്തിനകത്ത് ഇറങ്ങി വരും. ഓ റബാന കടകമന, നിങ്ങൾ ദൈവാത്മാവ് ആത്മാവിൽ സഞ്ചരിപ്പിക്കും. ഓ ശാസ്കനാദിനാഥന പ്രൗഢമന കടകഥന രമപ്രൗഷമന കടകഥന അന്തരാദിനാഥന പ്രൗഢമന കടകഥനാദിന പ്രൗഷമന കടകഥന. പരിശുദ്ധാത്മാവേ, ഈ ജനത്തിന്റെ മേൽ മുഴുവൻ അത് തുറക്കാൻ ഞാൻ ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ തേജസ്, ദൈവത്തിന്റെ മഹത്വം, ഓ ദൈവിക സിംഹാസന ശബൽ കടകഥന അതൽ കടകഥന. ഇത് നിങ്ങൾക്ക് ഒരു അനുഭവം ഉണ്ടാകുന്നില്ലെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് ഇറിറ്റേഷൻ ഉണ്ടാകരുത്. പ്രാർത്ഥിച്ചോ. 5 വർഷം യെഹെസ്കേലിന് ഒരു അനുഭവമില്ല ഷാബൽ കടകഥന. പക്ഷെ അവനൊരു കാര്യം അറിയാം. എന്റെ ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനാണ്. എന്റെ ദൈവം ഇടപെടുന്നവനാണ്. ദൈവം തുറക്കാൻ ഒരു ദിവസം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു. സെറ്റ് ചെയ്ത സമയം ആരംഭിക്കുന്നു. മഹത്വം, ആ തേജസ്, ആ സാന്നിധ്യം കർത്താവേ ഈ ജനത്തിന് മേൽ തുറക്കണമേ. ആ മഹത്വം ഈ ജനത്തിന് മേൽ തുറക്കണമേ. ഹെവൻ ത്രോൺ ഈ ജനത്തിന് മേൽ കർത്താവ് ശക്തിയോട് വെളിപ്പെട്ടു വരട്ടെ. ലാദൽ കനകദിനി അന്നൽ കടകദന വായിഷ പ്രൗഢമന കടകദന അന്തൽ കടകദന വായിഷ പ്രൗഢമന കടകദന. ഉണങ്ങിയ രാജ്യങ്ങൾ ആ ദൈവിക ജീവജല നദി തുറന്നു വരുന്നത് അനുഭവിക്കട്ടെ. ഷാസ്കന സകല മുസ്ലിം രാജ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല കർത്താവേ, ഓ ദൈവം ഇല്ലെന്ന് പറയുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രിസ്ത്യൻ രാജ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഷാബരാധിരാധന അന്തൽ പ്രൗഢമന കടകഥന. കർത്താവ് രാജ്യങ്ങളെ പണിയാനുള്ള എൻകൗണ്ടറുകൾ ഷാബൽ കടകഥന അത് കർത്താവ് ഈ ജനത്തിന് മേൽ തുറന്നു വരുവാൻ ഇപ്പോൾ ഞാൻ ഈ ജനത്തെ ബ്ലസ്
ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സംഭവിക്കട്ടെ കർത്താവേ, സംഭവിക്കട്ടെ. റിസറക്ഷന്റെ റിലത്തിന്റെ മാനിഫെസ്റ്റേഷൻ സംഭവിക്കട്ടെ. റിസറക്ഷൻ റിലത്തിന്റെ മാനിഫെസ്റ്റേഷൻ സംഭവിക്കട്ടെ. രാവന്തൽ കടകഥന ഹബിരബന കടകഥന Thank you, Father. പ്രാർത്ഥിച്ചു. വർഷങ്ങളുടെ കണക്കുകൾ ദൈവം തീർക്കാൻ പോകുന്നു. വർഷങ്ങളുടെ കാത്തിരിപ്പിന്റെ മറുപടികൾ ദൈവം തുറക്കാൻ പോകുന്നു. ഷബൽ കടകഥന അതൽ കടകഥന അതൽ കടകഥന. ഒരു വ്യക്തിയുടെ കൈക്കകത്ത് ഒരു രാജ്യത്തിന്റെ ഓറബൽ കടകഥന ഷാബൽ കടകഥന ശംഭ പ്രൗഢവന അതൽ കടകഥന. ഒരു വ്യക്തിയുടെ കൈക്കകത്ത് കർത്താവ് ഒരു രാജ്യത്തെ ശവക്കുടിയിൽ നിന്ന് പൊക്കിക്കൊണ്ടുവരാം. പ്രാർത്ഥിച്ചു, അങ്ങനെ പ്രാർത്ഥിച്ചു. നിങ്ങൾ താമസിക്കുന്ന രാജ്യങ്ങൾ ട്രാൻസ്ഫോം ആകും. ഒരു രാജ്യം ജീവനാൽ സ്പർശിക്കുന്ന സമയമെടുക്കുന്നു. ഒരു രാജ്യം ദൈവത്തിന്റെ ജീവനാൽ സ്പർശിക്കുന്ന സമയമെടുക്കുന്നു. ഒരു രാജ്യം നിന്റെ വാക്കിനോട് പ്രതികരിക്കുന്ന സമയമെടുക്കുന്നു. It belongs to the Lord. അതിമഹത്തായ തേജസ്, അതിമഹത്തായ തേജസ്, അതിമഹത്തായ തേജസ്, അതിമഹത്തായ തേജസ്. സീസണുകൾ ചേഞ്ച് ചെയ്യിപ്പിക്കുന്ന ദൈവത്തിന്റെ തേജസ്. റാബ ഹദുരബന ഘടകഥന ഹത്തുലാദന പ്രൗഢബന ഘടകഥനം. നമുക്ക് ഒരു നിമിഷം കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ എപ്പോഴും ഒരു അവസാനത്തെ ഒരു 3-4 മിനിറ്റ് നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ഇപ്പോഴൊക്കെ എൻ്റെ അകത്തുള്ള ലക്ഷ്യം ദൈവം എന്നെ കാണിച്ച ഉണർവ്, അത് ഈ കാണുന്ന വചന വെളിപ്പാടുകളിലൂടെ ദൈവാത്മാവിൻ്റെ ടൂളുകൾ തുറക്കാനാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് വരുന്നത്. അങ്ങനെ കർത്താവ് എന്നെ കാണിച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ അകത്ത് ഇന്ന് കയറേണ്ട കാര്യം, ദൈവം ഒരു സമയം സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ സമയത്തിലേക്ക് നമ്മൾ എൻ്ററാകുകയാണ്, അല്ല എൻ്ററായിരിക്കുകയാണ്. ഒന്ന്. രണ്ടാമത്, യെഹെസ്കേലിൻ്റെ പുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു രാജ്യത്തെ ശവക്കുഴിയിൽ നിന്ന് പൊക്കിക്കൊണ്ടുവരാൻ ഒരു വ്യക്തിയുടെ വാക്കുകൾക്ക് ദൈവം കരുത്ത് പകരുമോ? അന്ന് ദാസന്മാരായിരുന്ന ഇവർക്ക് ഇത്ര കരുത്തുണ്ടായിരുന്നെങ്കിൽ പുത്രന്മാരായിരുന്ന നമ്മുടെ കരുത്ത് എത്രയാ? നിങ്ങൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടോ? നിങ്ങൾ അങ്ങനെയൊക്കെ മനസ്സിനകത്ത് ഇതിനെയാണ് ധ്യാനിക്കുക എന്ന് പറയുന്നത്. ദൈവവചനം ധ്യാനിക്കുക എന്ന് പറയുന്നത്, ദാസന്മാർ ജീവിച്ച കാലഘട്ടത്തിൽ ഒരു വ്യക്തിയുടെ വാക്കിന് ഒരു രാജ്യത്തെ, ഇസ്രായേൽ ജനത്തെ മൊത്തം ശവക്കുഴിയിൽ നിന്ന് പൊക്കി പുറത്തു കൊണ്ടുവരുവാൻ ദൈവം കരുത്ത് കൊടുത്തെങ്കിൽ, നിങ്ങളുടെ വാക്കിന് ഒരു വ്യക്തിയുടെ, നിങ്ങൾ അങ്ങനെ ചിന്തിച്ചേ. അപ്പം അങ്ങനെയാണ് ഇന്നുകൊണ്ട് നീ കരഞ്ഞാണോ പ്രാർത്ഥിക്കണ്ടേ? നിങ്ങൾ എത്ര പ്രേഷ്യസ് ആണ് ദൈവം മുമ്പാകെ. നിങ്ങളുടെ ഐഡൻറ്റിറ്റി എത്ര വലുതാണ് ദൈവം മുമ്പാകെ. ദൈവം നിങ്ങളെ അതിനു വേണ്ടിയിട്ടാണോ, അതിനു വേണ്ടിയുള്ള പരിശീലനത്തിലാണോ ദൈവം നിങ്ങളെ ഇത്രയും നാൾ ഇരുത്തിക്കൊണ്ടിരുന്നത്? അതെ, പരിശീലനം അവസാനിക്കുന്നു, പ്രവൃത്തി ആരംഭിക്കുക, ശുശ്രൂഷ ആരംഭിക്കുക കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ഇനി മുതൽ നിങ്ങൾ 1% പോലും ചെറുതായി കാണരുത്. നിങ്ങളുടെ വാക്കുകൾ എത്ര ശക്തിയുള്ളതാണ്. ഓരോ രാജ്യങ്ങളും, ഇതിനകത്ത് പല രാജ്യത്തുള്ളവരുണ്ട്. ആ രാജ്യത്തിന് നിന്റെ വാക്ക് വേണം. ആ രാജ്യത്ത് ദൈവം ഇനി ഒറ്റയ്ക്കല്ല പ്രവർത്തിക്കുന്നത്. ദൈവം പ്രവർത്തിക്കുന്നത് ഈ ഭൂമിയിൽ ഒരു മനുഷ്യനെ കൊണ്ടാണ്, കർത്താവിൻ്റെ സഭയെ കൊണ്ടാണ്.
ദൈവം നിങ്ങളായിരിക്കുന്ന രാജ്യത്ത് നിങ്ങളുടെ വാക്കുകളിലാണ് ഇനി കാര്യങ്ങൾ ചലിക്കാൻ പോകുന്നത്. ഇത് ഞാൻ ഈ വ്യക്തിത്വ വികസനം പഠിപ്പിക്കുന്ന ആളുകൾ പറയുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്, ഇത് ബൈബിൾ വെളിപ്പാട് പറയുകയാണ്. ഓക്കെ, അവിടെ നിൽക്കട്ടെ. ഇന്ന് ഞാൻ ആദ്യം വായിച്ച സാക്ഷി നിങ്ങൾ കേട്ടോ. കിങ്ഡം റിലം ഓപ്പൺ ആകുന്ന, റിസറക്ഷൻ തലം ഓപ്പൺ ആകുന്ന കാര്യം പറഞ്ഞൊരു സഹോദരിക്ക് ദൈവം ഒരു സ്വപ്നം കൊടുക്കുന്നു. സ്വപ്നം അത് ദൈവാത്മാവ് നമ്മുടെ ആത്മതലത്തിൽ ഇമ്പാർട്ട് ചെയ്യുന്നതാണ് കേട്ടോ. നിങ്ങളുടെ മേലെ എല്ലാം ദൈവാത്മാവ് അങ്ങനത്തെ ഇമ്പാർട്ടേഷൻ അടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. ഞാൻ അങ്ങനത്തെ അത് സ്വപ്നത്തിലൂടെ ദൈവം ഒരു ഗ്ലോറിയിലും തുറക്കുകയാണ്. നിങ്ങൾക്കൊരു ദൈവദാസൻ വന്ന് പ്രാർത്ഥിക്കുന്നെങ്കിൽ നിങ്ങൾ ആ ദൈവദാസനെ അടുക്ക പോയില്ലെങ്കിൽ പോലും ദൈവാത്മാവ് ആ ദൈവദാസനെ ആത്മാവിൽ നിങ്ങളുടെ അകത്തുകൊണ്ട് നിങ്ങളിലേക്ക് ചിലത് കൈമാറുകയാണ്. ഈ പ്രാർത്ഥന നടക്കുന്നുണ്ട്, ഈ പ്രാർത്ഥന കൈമാറ്റം നടക്കുന്നുണ്ട്. നടന്നാൽ കേട്ടോ, നിങ്ങളെ വാക്ക് കേട്ടോ, നിങ്ങളതിന് ശേഷം ആ കുടുംബത്തിൽ തൻ്റെ ഭർത്താവിൽ അത്ഭുത സൗഖ്യം നടക്കുന്നു. തൻ്റെ ഭർത്താവിൽ അത്ഭുത സൗഖ്യം നടക്കുന്നു. തൻ്റെ തലമുറകളുടെ പഠനപരമായ ജോലിപരമായ വിഷയത്തിൽ ദൈവം അത്ഭുതം ചെയ്യുന്നു. വർഷങ്ങളായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടികൾ ഉണ്ടാകുന്നു. മഹത്വത്തിൻ്റെ തലം തുറന്നാൽ നിങ്ങളുടെ കുടുംബത്തിനകത്ത് മെറ്റീരിയൽ റിലത്തിൽ മുഴുവൻ ദൈവത്തിൻ്റെ കരം വെളിപ്പെടും. ദൈവത്തിൻ്റെ കരം വെളിപ്പെടും. നിങ്ങളുടെ ഭവനത്തിനകത്ത് മുഴുവൻ കാര്യങ്ങൾക്ക് മാറ്റം വരും. അതിന് പിന്നെ എവിടെ പോയാൽ പ്രാർത്ഥിക്കുന്നവർ? അതിന് പ്രാർത്ഥിക്കാൻ വേറെ സ്ഥലമൊന്നുമില്ല. ഇവർക്ക് ഇങ്ങനെ നമ്മുടെ നാട്ടിലെ ആൾക്കാരുണ്ട്, പല കാര്യങ്ങൾക്ക് പല സ്ഥലത്ത് പോകും. അതും ഇതും ഇവിടെ തന്നെ നടക്കുന്നത്. അതിനുവേണ്ടി 2 മിനിറ്റ് പ്രാർത്ഥിച്ചാൽ മതി. 2 മിനിറ്റ് പ്രാർത്ഥിച്ചാൽ മതി. സ്തോത്രത്തോടെ അങ്ങ് പറഞ്ഞാൽ മതി. പ്രാർത്ഥിച്ചില്ലെങ്കിലും നടക്കും കേട്ടോ. 2 മിനിറ്റ് നേരം നമ്മുടെ എല്ലാ കുടുംബങ്ങളുടെയും മെറ്റീരിയൽ വിഷയങ്ങളുടെ മേൽ ദൈവപ്രവൃത്തി നടക്കാൻ. ജോലിയില്ലാത്തവരുണ്ട്, ജോലി കിട്ടേണ്ടവരുണ്ട്, സാമ്പത്തികമായിട്ട് പ്രശ്നമുള്ളവരുണ്ട്. എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നം ഇപ്പോൾ അത് പ്രഖ്യാപിച്ച് പ്രാർത്ഥിച്ചു കേട്ടോ. അതിന് നമ്മൾ 2 മിനിറ്റ് സമയം കൊടുക്കുന്നു. 2 മിനിറ്റ് കൊണ്ട് പ്രാർത്ഥിച്ചു. 2 മിനിറ്റ് കൊണ്ട് പ്രാർത്ഥിച്ചു. ഇപ്പോൾ ദൈവാത്മാവ് തുറക്കും. സൗഖ്യം വെളിപ്പെടേണ്ടവർക്ക് സൗഖ്യം, ആരോഗ്യം വെളിപ്പെടേണ്ടവർക്ക് ആരോഗ്യം. ആരോഗ്യം നിന്റെ കൈക്കകത്താണ് ഇരിക്കുന്നത്. നിന്റെ വാക്കിലാണ് ആരോഗ്യം വ്യാപരിക്കുന്നത്. ഷാബൽ കടകഥന, നിന്റെ വാക്കിലാണ് സൗഖ്യം നടക്കുന്നത്. നിന്റെ വാക്കിലാണ് അടിമത്തങ്ങൾ പൊട്ടുന്നത്. നിന്റെ വാക്കിലാണ് ജോലി മാറുന്നത്. ഹയർ ജോലി കിട്ടും കേട്ടോ. നിങ്ങളുടെ ജോലിക്ക് മാറ്റങ്ങൾ സംഭവിക്കും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ജോലിക്ക് ബിസിനസ്സുകാർ പ്രാർത്ഥിച്ചു കേട്ടോ. ഭോബാന ഷസ്കനാദിന അവർ കടകഥന വൈഡ പ്രവണപന കടകഥന. 8 മിനിറ്റ് ഞാൻ ഈ സൂമിനകത്ത് ബിസിനസ്സുകാർക്ക് വേണ്ടി മാത്രമായിട്ട് ഇതുവരെ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെ ഒഴുക്കി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കും. ഇതിനകത്ത് ബിസിനസ് ചെയ്യുന്നവർ പ്രാർത്ഥിച്ചു. നിങ്ങളുടെ ബിസിനസ്സിന്റെ മേൽ ദൈവത്തിന്റെ ഒരു ഭയങ്കര ഫേവർ വെളിപ്പെടാൻ പോവുകയാണ്. ഭയങ്കര ഫേവർ. നിങ്ങൾ കഴിഞ്ഞ 5 വർഷം കൊണ്ട് 10 വർഷം കൊണ്ട് നിങ്ങൾ നേടിയ പ്രോഫിറ്റ് ഇവിടെ നിങ്ങൾ എണ്ണിക്കോ. അടുത്തൊരു വർഷം കൊണ്ട് നിങ്ങളുടെ മേൽ വെളിപ്പെടാൻ പോവുകയാണ്. പ്രോഫിറ്റുകളുടെ മേൽ ദൈവത്തിന്റെ ബ്ലെസ്സിങ്ങിന്റെ ഡോർ ദൈവം തുറക്കാൻ പോവുകയാണ്. ഷബൽ കടകമന. അങ്ങനെ ബിസിനസ് ആരംഭിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ പ്രാർത്ഥിച്ചു കേട്ടോ. നിങ്ങൾ ബിസിനസ് ആഗ്രഹിക്കാൻ വേണ്ടി തുടങ്ങാൻ, ഒരു ബിസിനസ് തുടങ്ങിയാൽ കൊള്ളാം, മറ്റു വഴികളൊന്നുമില്ല, അങ്ങനെ ആഗ്രഹിക്കുന്നവർ പ്രാർത്ഥിച്ചു. ദൈവാത്മാവ് സ്വപ്നത്തിലൂടെ കൺഫർമേഷനുകൾ തരാൻ പോവുകയാണ്. ദൈവാത്മാവ് സ്വപ്നങ്ങളുടെ കൺഫർമേഷൻ തരാൻ പോകുന്നു. നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചു. ജോലിക്കാർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജോലിയിൽ കർത്താവ് ഒരു ഹയർ പ്രൊമോഷൻ തരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതവും നിങ്ങളുടെ ദൈവവചന ധ്യാനവും ഒന്നുകൂടെ ദൈവാത്മാവിനാൽ ക്രമീകരിക്കാൻ വേണ്ടി, ടൈമുകൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫിലെ മെറ്റീരിയൽ റിലത്തെ മുഴുവൻ ദൈവാത്മാവ് തൊടാൻ പോവുകയാണ്. ഷാബൽ കടകമന പ്രാർത്ഥിച്ചു. അടുത്ത 2 മിനിറ്റ് പ്രാർത്ഥിച്ചു. 2 മിനിറ്റ് വരെ പ്രാർത്ഥിച്ചു. മൈക്കിളെല്ലാം മൺമുട്ടിട്ട് പ്രാർത്ഥിച്ചു. ഷബാരബാരഘടകഥനം
ഹദുരപനഘടകദനാദിര പ്രൗഢപനഘടകദനം ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ മേലെല്ലാം കർത്താവ് ഈ എൻകൗണ്ടർ നമ്മൾ പറയാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്നെ കർത്താവ് കാണിച്ച സ്വപ്നം വെച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജനം എൻകൗണ്ടറുകളുടെ സീസണിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു. അത് ദൈവാത്മാവ് ഇന്നു മുതൽ അതിൻ്റെ ആഴങ്ങൾ തുറക്കും. ഞാൻ വിശ്വസിക്കുന്നു. ഈ പ്രാർത്ഥന നടന്നുകൊണ്ട് ഇന്ന് രാവിലെ എനിക്ക് ബിൻസി സിസ്റ്റർ എനിക്ക് മെസ്സേജ് ഇട്ടിരുന്നു, അങ്ങനെ ഒരു എൻകൗണ്ടർ എനിക്കുണ്ടായെന്ന്. ഇന്ന് രാവിലെ ഞാൻ ഇന്നലെയാണിത് കാണുന്നത്. ഞാൻ എഴുന്നേറ്റ് വരുന്ന നേരത്ത് കണ്ട മെസ്സേജ് ബിൻസി സിസ്റ്റർ മെസ്സേജാണ്. ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം അങ്ങനത്തെ ഒരു ദൈവമഹത്വം തന്നെ മുറിക്കകത്ത് ഇറങ്ങി വന്ന് അനുഭവം എനിക്ക് മെസ്സേജ് ഇട്ടിരുന്നു. കർത്താവ് അത് തുറക്കും കേട്ടോ. അങ്ങനെ ദൈവാത്മ തുറക്കും. പ്രാർത്ഥിക്കണം കേട്ടോ. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് കണ്ണുനീരോടെ കരഞ്ഞുകൊണ്ട് നിങ്ങളുടെ വീട്ടിലെ കൊച്ചുങ്ങൾക്ക് വേണ്ടിയും ഇതൊന്നുമല്ല നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. നിങ്ങൾ മഹത്വം തുറക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ അവരുടെ ഒരു രാജ്യത്തിൻ്റെ ഒരു ദേശത്തിൻ്റെ മടങ്ങിയവന് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവാത്മാവ് ഏൽപ്പിച്ച ആ പ്രാർത്ഥന ലൈഫിൽ നിങ്ങൾ ശക്തിയോടെ മുന്നേറാൻ പഠിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരെ മേൽ കർത്താവ് ഇതിൻ്റെ ആഴങ്ങൾ തുറക്കും. എൻകൗണ്ടറുകൾ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ തുറക്കുന്ന സീസൺ ആരംഭിക്കുന്നു. പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ, നല്ല പ്രഭാതത്തിനായി സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് കൊണ്ടുവന്ന് കർത്താവ് ഞങ്ങളെ ഇതുവരെ പ്രാർത്ഥിപ്പിക്കുകയായിരുന്നല്ലോ. കർത്താവെ, ഞാൻ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്നലെ കർത്താവ് ഉച്ച കഴിഞ്ഞ് കാണിച്ച ആ സ്വപ്നപ്രകാരം കർത്താവെ, അത് കണ്ടത് ഞങ്ങളൊരു വലിയ ഹാളിൽ നടക്കുന്ന മീറ്റിംഗ് ആയിട്ടാണെങ്കിലും പരിശുദ്ധാത്മാവ് കഴിഞ്ഞ 5 വർഷമായി ഞങ്ങൾ ഒരുമിച്ച് എന്നും പ്രാർത്ഥിച്ചു വരുന്ന ഈ പ്രാർത്ഥനാ സെക്ഷൻ വെച്ചുകൊണ്ട് ഇന്ന് രാവിലെ പങ്കെടുക്കുന്ന ഈ 95 കുടുംബങ്ങളെ ഞാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ കുടുംബങ്ങൾ മുഴുവൻ അങ്ങനെ ദൈവാത്മാവിൽ ശക്തന്മാരായി മാറട്ടെ. സാഹചര്യങ്ങൾ കൊണ്ട് ആദാമ്യ പാപത്താൽ വന്ന മരണവും അതിൻ്റെ എഫക്റ്റുകളും അനുഭവിച്ച് അതിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തു വരുവാൻ കരയുന്ന കരച്ചിലല്ല, അതിനപ്പുറം കർത്താവെ, ക്രിസ്തുവിൻ്റെ കാൽവറി സംഭവിച്ച കർത്താവെ കൈമാറ്റങ്ങളുടെ വെളിപ്പാടിൽ ദൈവാത്മാവിനാൽ പണിയപ്പെട്ട് ദൈവസന്നിധിയിൽ ഉറപ്പുള്ളവരായി, ധൈര്യമുള്ളവരായി, ദൈവത്തിൻ്റെ ഹൃദയത്തിനകത്തുള്ള ആ ലക്ഷ്യത്തിലേക്ക്, ഡെസ്റ്റിനിയിലേക്ക് രാജ്യങ്ങളെ തിരിക്കാൻ കരുത്തുള്ളവരായി ഇവർ മാറട്ടെ കർത്താവേ. അപ്പോൾ തന്നെ ഞങ്ങൾ ഭൂമിയിൽ ഒരു കുടുംബമായി ജീവിക്കുമ്പോൾ ആ കുടുംബത്തിനകത്ത് ഞങ്ങൾക്ക് പല ആവശ്യങ്ങളുണ്ട്, ചെറുതും വലുതുമായ പല ആവശ്യമുണ്ട്. ഈ മക്കളുടെ എല്ലാ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അതിനുവേണ്ടി ദൈവത്തോട് സ്തോത്രം ചെയ്യുന്നു. ഈ ജനത്തെ കർത്താവ് അങ്ങനെ സ്പർശിക്കണം. ഓരോരുത്തരും മേൽ കർത്താവ് തുറക്കണം. ഇന്ന് പകൽ മുതൽ നടക്കുന്ന പ്രാർത്ഥനകളിൽ അങ്ങനത്തെ ആഴങ്ങൾ ദൈവാത്മ തുറക്കണം. ഓരോ രാജ്യങ്ങളെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. രാജ്യങ്ങളെ തൊടാൻ ഇവരെ കർത്താവ് അങ്ങയുടെ പൂണിക്കകത്ത് മിനുക്കിയ അമ്പുകളാക്കി രൂപപ്പെടുത്തി കൊണ്ടുവന്നിരുന്നവ ഇന്ന് രാവിലെ ഒരു എൻകൗണ്ടറിലൂടെ ദൈവാത്മ തുറക്കണം. ഞാൻ ഇവരുടെ സ്പിരിച്വൽ കണ്ണുകൾ തുറക്കാൻ പ്രാർത്ഥിക്കുന്നു. ഇവർ ആത്മാവിൽ ഭയങ്കരമായി കർത്താവ് ഫ്രീ ആയി മാറട്ടെ കർത്താവ്. സത്യം ഇവർ അറിയട്ടെ, സത്യം സ്വതന്ത്രമാകട്ടെ. ഇവരുടെ ദർശനങ്ങൾക്കായി കണ്ണുകൾ തുറക്കണം. ഇതിനകത്ത് ഇന്ന് രാവിലെ കർത്താവ് ഇടപെട്ടതുപോലെ ബിസിനസ്സുകാരായവർക്ക് വേണ്ടി മുഴുവൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ മേലൊരു ബ്ലെസ്സിങ്ങിൻ്റെ മാൻഡിൽ ഓപ്പൺ ആകട്ടെ. അതിൻ്റെ മേൽ ഉള്ള ബാരിയറുകൾ പൊട്ടട്ടെ. ഷാബൽ കടകമന. ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. ജോലി സ്ഥലത്തുള്ള അസ്വസ്ഥതകൾ, മുകളിൽ നിൽക്കുന്നവരെയും കൂട്ടാളികളുടെയും ഒക്കെ അസ്വസ്ഥതകൾ പരിശുദ്ധാത്മാവ് അതിനെ എടുത്തു മാറ്റി ഭയങ്കരമായൊരു ഫ്രീഡം തുറക്കട്ടെ. നന്മകൾ തടുത്തു വെച്ചത് ദൈവാത്മാവ് തുറക്കട്ടെ. ഷാബന ധിരാധനാഥന. അങ്ങയുടെ ജനം ഫ്രീഡം അനുഭവിക്കട്ടെ, ഫൈനാൻഷ്യൽ ഫ്രീഡം അനുഭവിക്കട്ടെ, ആരോഗ്യത്തിൽ ഫ്രീഡം അനുഭവിക്കട്ടെ. ഷാബന ധിരാധനാഥന. അവർ ആരോഗ്യമുള്ളവരായി മാറട്ടെ. അതലഘടകഥന. ഈ ആരോഗ്യമുള്ള ഈ ജനത്തെ കൊണ്ട് വേണം കർത്താവ് അങ്ങക്ക് രാജ്യങ്ങളെ തൊടാൻ. അതിനായിട്ടുള്ള കർത്താവ് സൗഖ്യങ്ങൾ, ആരോഗ്യങ്ങൾ, ലിബർട്ടി മുഴുവൻ ഈ ജനത്തിന് മേൽ തുറന്നു വരുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവർ കീ പോയിന്റുകളിലേക്ക് മാറട്ടെ. രാജ്യങ്ങളിലെ ഇവർ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ, ഇവർ ജോലി ചെയ്യുന്ന ഓഫീസുകളിൽ കർത്താവ് പ്രധാനപ്പെട്ട കീ പോയിന്റുകളിലേക്ക് കർത്താവ് ഇവർക്ക് കർത്താവ് പൊസിഷനിൽ സ്ഥാനമാറ്റം കൊടുക്കുവാൻ ഞാൻ ഇവർക്കായി പ്രാർത്ഥിക്കുന്നു. അന്യത നഷ്ടപ്പെട്ടു പോകുന്ന സമയങ്ങളെ മുഴുവൻ കർത്താവ് ചുരുക്കി കൊടുക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങൾ ലീസാമസിസ്റ്റ് കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തീരെ സുഖമില്ലാതിരിക്കുന്നവർ പലരുണ്ട്, അവരൊക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഡിവൈൻ ഹെൽത്ത് എല്ലാവരുടെ മേലും കർത്താവ് തുറക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ മുഴുവൻ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കടവനായ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം. സ്വർഗീയ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും
ആശ്വസിപ്പിച്ച് വഴിമടത്തുന്ന പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ സഹവാസം കൂട്ടായ്മയും കാവലും പ്രാർത്ഥിച്ച സകല പ്രാർത്ഥന വിഷയങ്ങളോടും ലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും നമ്മൾ ഓരോരുത്തരോടും ഇന്നും വന്നേക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവരെയും ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാവർക്കും ഷലോം, എല്ലാവർക്കും ഷലോം.